വല്ലാതെ ക്ലെയിം വരുന്നുണ്ട്. നമ്മളെ പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പഠിപ്പുള്ള ആൾക്കാർ. മോദിജിയാണെങ്കിൽ അവിടെ സയൻസ് കോൺഫറൻസ് പോയിട്ട് നമുക്കെന്ത് സർജറി അറിയാമെന്ന് പറഞ്ഞു കളഞ്ഞു. ഹിന്ദുമതം കുറേ കൂടി വിശാലമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള മതമാണ്. ഇഫ് ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ഹിന്ദു മെജോറിറ്റി കൺട്രി. ഒരു സാധാരണ ഹിന്ദുവിൻ്റെ ഹൃദയത്തിലെ വലിയ മുറിവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. മുസ്ലിമും ഹിന്ദുക്കളും ഒന്നായിട്ട് യുണൈറ്റഡ് ആയിട്ട് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്നായിരുന്നു. ആണ് പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണെന്നുള്ളത് അവർ സമ്മതിക്കുന്നത് തന്നെയാണല്ലോ. ട്രൈബൽ വാർഫെയർ അല്ലേ. ഒരു ക്ഷേത്രം വരെ ഇന്നേ വരെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരു ക്ഷേത്രം അണ്ടർ മോഡി. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദിസ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് മഹാവിഷ്ണു ഹൂ ഹാസ് കിൽഡ് ബാലി. 92 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ ആസ് ആൻ ആർക്കിയോളജിസ്റ്റ് സാറിന്റെ മനസ്സിൽ വന്ന തോട്ട്സ് എന്തൊക്കെയായിരുന്നു? ഞങ്ങളൊക്കെ വി വർ ഓൾ ഷേക്കൻ. ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ ആസ് ആൻ ആർക്കിയോളജിസ്റ്റ് സാറിന്റെ മനസ്സിൽ വന്ന തോട്ട്സ് എന്തൊക്കെയായിരുന്നു? ഞങ്ങളൊക്കെ വി വർ ഓൾ ഷേക്കൻ. അത് ഐ മഹാദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അക്കാലത്തുള്ള ഒരു വലിയ അദ്ദേഹം IAS ഓഫീസറായിരുന്നു. പിന്നെ ദിനമലർ എന്ന് പറഞ്ഞ ഒരു തമിഴ് പത്രം അതിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. ദിനമണി അതെ, അതിൻ്റെ എഡിറ്ററായിരുന്നു. പിന്നെ അതിനുശേഷം ഹരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് 2 വോള്യൂംസ് എഴുതിയ അപാര മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഞാനായിട്ട് അടുത്ത ബന്ധമായി ഞാൻ മദ്രാസിൽ വർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് മുന്നേ വി ഷുഡ് നോട്ട് ഡു എ റോങ് തിങ് ഇൻ ഓർഡർ ടു റൈറ്റ് എ ഹിസ്റ്റോറിക്കൽ റോങ് ദാറ്റ് ഹാഡ് ഹാപ്പൻ ലോങ് ഇയേഴ്സ് ബാക്ക്. അത് പൊളിക്കുന്നത് പിന്നെ എതിരായിക്കൊണ്ട് അദ്ദേഹം പത്രത്തിൽ തന്നെ എഴുതിയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ അന്ന് അദ്ദേഹം എഴുതിയിരുന്നു. എൻ്റെ പിന്നെ വി ആർ ഓൾ എഗെയിൻസ്റ്റ് ഇറ്റ്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത് പൊളിച്ച അവസരത്തിൽ ഇപ്പം ഞങ്ങളൊരു പിന്നെ ആർക്കിയോളജിസ്റ്റ് ഒരിക്കലും ഒരു മുസ്ലിമോ ഹിന്ദുവോ ആവില്ല. പിന്നെ എങ്ങനെയാണോ അത് വസ്തുതകളുള്ളത്. കാരണം ഇത് വേറെയും ധാരാളം ഹിന്ദുക്കൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ബ്രെയിൻ പൊതുവെ ഞങ്ങൾ ഈ പിന്നെ ഹിന്ദു ആയിട്ടോ മുസ്ലിമായിട്ടോ അതിനെ കാണില്ല. അത് പ്യുവർലി ഒബ്ജക്റ്റീവായിട്ട് ഒരു ആർക്കിയോളജിക്കൽ. എനിക്ക് മുസ്ലിങ്ങളോട് ധാരാളം പിന്നെ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഡൽഹിയിലുണ്ടായിരുന്ന അവസരത്തിൽ ധാരാളം. കാരണം അവർ ചില പള്ളികളിലൊക്കെ നമസ്കാരം തുടങ്ങും. അപ്പോൾ ഞങ്ങളെ ഇതിന് നിയമം എന്ന് പറഞ്ഞാൽ ആ പള്ളി ഏറ്റെടുത്ത അവസരത്തിൽ അതായിരിക്കും കട്ട് ഓഫ് ഇയർ. അന്ന് നമസ്കാരം ഉണ്ടെങ്കിൽ നമസ്കാരം ഉണ്ടാവും, ക്ഷേത്രത്തിൽ പൂജ ഉണ്ടെങ്കിൽ പൂജ ഉണ്ടാവും. പക്ഷേ ഇനി പുതുതായിട്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ ഇവർ അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നോക്കി. ഞാൻ ആദ്യം അവർ സംസാരിച്ചു, പക്ഷേ അവർ കേട്ടില്ല. കാരണം അവർക്ക് കുറച്ച് പൊളിറ്റിക്കൽ പുഷ് കിട്ടിയിരുന്നു. പക്ഷേ പിന്നീടന്ന് മറ്റേ ഇദ്ദേഹമാണ് പിന്നെ ഹോം മിനിസ്റ്റർ നമ്മളെ ചിദംബരം, കേരളത്തിൽ നിന്നുള്ള ചന്ദ്രശേഖരൻ സാറാണ് എൻ്റെ അല്ല മുപ്പലപ്പള്ളി പിന്നെ ഇതായിരുന്നു സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു. പക്ഷേ ചിദംബരമായിരുന്നു ഡിസിഷൻസ് ഒക്കെ എടുത്തത്. അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം പോലീസിനെ വെച്ചിട്ട് കംപ്ലീറ്റ് അത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ ഹിന്ദു ഗ്രൂപ്പ്സിൻ്റെ അടുത്തുണ്ടാവും, മുസ്ലിം ഗ്രൂപ്പ്സിൻ്റെ അടുത്തുണ്ടാവും. അതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം ആ ഓറിയൻറ്റേഷനിലാണ് ഞങ്ങളൊക്കെ സാധാരണ പോകാറുള്ളത്. അത് കീപ്പ് അപ്പ് ചെയ്യും. പിന്നെ അത് ഞാൻ ടോട്ടലി അല്ല, നമുക്ക് അതിനെ സംരക്ഷിക്കാൻ അതോടുകൂടി തന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടി പ്രശ്നം തീരും. സാർ അവിടെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേണ്ടത് വളരെ അല്ല കഷ്ടം തോന്നുന്നു. നമ്മൾ ഇതുണ്ടല്ലോ പിന്നെ നന്ദി
നന്ദി ഇങ്ങനെ പള്ളിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് മുഴുവനും ആ ഏരിയയിൽ മുഴുവനും ഹിന്ദുക്കളാണ് വരലും പോകലുമായിട്ടുള്ള. ഇപ്പം ഏതാണ്ട് കുറേ വളരെ വൃത്തിയായിട്ടുണ്ട്. പണ്ടൊന്നും വൃത്തികേടിൻ്റെ പര്യായമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചാണകവും ഗോമൂത്രവും എല്ലാം കൂടി ഇടകലർന്നിട്ടുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ 1 വർഷം മുമ്പ് ഞാൻ പോയിരുന്നു. അപ്പോഴും ഒക്കെ എല്ലാം വളരെ നന്നാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും സോർത്തമ്പാണ് ഇപ്പോഴും ഉള്ളത്. സാർ, അതിനകത്ത് ഈ ഗ്യാൻവാപി പള്ളിക്ക് അകത്ത് കയറി ഇത് നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ട്. അതെ. അവിടെ എന്തെങ്കിലും ഇതുപോലെ സ്ട്രക്ചേഴ്സോ ഹിന്ദു എന്ന് പറയാവുന്ന അത് ടോട്ടലി ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ ഇസ്ലാമിക് സ്ട്രക്ചറാണ് ഉള്ളത്. പക്ഷേ ആ ടോട്ടാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അതിലും ധാരാളം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, കല്ലുകളും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ലിറ്റററി എവിഡൻസുകൾ ധാരാളം ഉണ്ട്. അതിനും മധുരക്കും രണ്ടിനും ഉണ്ട്. ഈ ഒരു ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതൊക്കെ ശരിയാണ്. ഈ ബാബറി മസ്ജിദ് യാത്ര നടക്കുന്നു അയോധ്യ, അപ്പം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ് ആകുമ്പോൾ ഇത് പ്യൂർലി ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇല്ല, കാണാൻ പറ്റില്ല. അത് ശരിയാണ്, വളരെ ശരിയാണ്. അത് പൊളിറ്റിക്കൽ മുതലെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് BJPയും RSSും ശ്രമിക്കുന്നുണ്ടുള്ളത് ശരിയാണ്. അതൊന്നും നമ്മൾ നിഷേധിക്കാതെ തന്നെ ഇത് ഞാനെന്ന് പറയാറുള്ളത്, ഞാനൊക്കെ നിലനിൽക്കുന്നത് ഒരു ലക്ഷോപലക്ഷം സാധാരണ ഹിന്ദുക്കളുണ്ട്. അവർ അവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ, അവരെ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡാണ്, നമുക്ക് ആ വികാരത്തെ കുറേ തടുത്തു നിർത്താൻ പറ്റും. പക്ഷെ അല്ലാതെ എത്രയോ ആളുകൾ കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഞാൻ 2 മാസം അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അയോധ്യയിലുണ്ടായിരുന്നു. പിന്നെ ഒരു 3 വർഷത്തോളം ഞാൻ ആഗ്രൻ്റെ താജ്മഹലിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ താജ്മഹലിൻ്റെ UPൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ മഥുരയിലൊക്കെ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് മുഴുവനും ഹിന്ദു ഓഫീസേഴ്സാണ്, ഞാൻ മാത്രമേ ഒരു മുസ്ലിമായിട്ടുണ്ടാകൂ. അപ്പോൾ ആ പോകുന്ന അവസരത്തിലുള്ള അവരെ സാധാരണക്കാരെ വികാരങ്ങളുണ്ടല്ലോ, ഇത് അല്പം മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അല്ല, അതല്ല, അത് നമുക്ക് ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണല്ലോ. ഇതിന് മുമ്പേ ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ 76, 77 എങ്ങനെ പോകുമ്പോഴും ഇപ്പോഴുള്ള അതേ വികാരം ഉണ്ട് വികാരമുണ്ട്. ഇപ്പം കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് പറയുകയാണെങ്കിൽ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം ഉണ്ടല്ലോ, ആ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിൻ്റെ വികാരമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഉണരുന്നത് കീർത്തനം കേട്ടിട്ടായിരിക്കും. ഞാൻ അതിൻ്റെ ജസ്റ്റ് മുമ്പിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ ഉറങ്ങുന്നതും കീർത്തനങ്ങൾ കേട്ടുകൊണ്ടാണ്. ആളുകൾ വരുന്നത്, ധാരാളം ആളുകൾ വരുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. നോർത്തിൽ ശരിക്ക് കട്ടിയാകുന്ന ഇതാണ്. അപ്പം ചെരുപ്പുണ്ടാവില്ല, അവരെ പാദരക്ഷ ഉണ്ടാവില്ല, വസ്ത്രങ്ങൾ വേണ്ടത്ര ഉണ്ടാവില്ല. ഇങ്ങനെ ജസ്റ്റ് ടു ഹാവ് എ ഗ്ലിംസ് ഓഫ് ശ്രീരാമ ഈ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയവികാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നേരെ മക്കയും മദീനയും ആയിരുന്നെങ്കിൽ എത്ര ബോംബ് പൊട്ടുമായിരുന്നു. എന്നിട്ടും 500 വർഷത്തോളം ഒരു യുദ്ധം ചെയ്തുകൊണ്ട് നിയമപരമായ രൂപത്തിലാണ് നേടിയെടുക്കുന്നത്. അതാണ് ഹൃദയത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും വിശാലത. സാർ പറഞ്ഞ പോലെ ഈ 3 സ്ട്രക്ചറും ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ പെർമനന്റ്ലി തീരുമെന്നാണല്ലോ കരുതുന്നത്. അതെ. പക്ഷെ അത് മേ ബി അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ്. 92-ലാണ് ബാബറി തകരുന്നത്, 91-ലാണ് ഗ്യാൻവാപിക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ ബാറ്റിൽ തുടങ്ങുന്നത്. സോ നാച്ചുറലി ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. അത് ഹിന്ദു മനസ്സുണ്ടല്ലോ, ഇതിനൊന്നും അംഗീകരിക്കില്ല. ഇപ്പോൾ ഇതിന് തന്നെ ഈ കാര്യത്തിന് തന്നെ ഒന്ന് ശ്രീരാമൻ്റെ ജന്മസ്ഥലം, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ മുസ്ലിങ്ങളോട് കൂടെ നിൽക്കുന്ന എത്ര ഹിന്ദുക്കളുണ്ട്. നേരെ മറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിയും. നേരെ മറിച്ച് എത്ര മുസ്ലിംസ് ഈ ഹിന്ദുക്കൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന്
എനിക്കറിയാം എത്ര പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റിഫിക്കേഷൻ ആണോ? അല്ല, justification അല്ല. ഒരു അമ്പലം പ്രതിഷ്ഠിക്കുമ്പോൾ ആ. അതൊരു പള്ളിയെ തകർത്തിട്ടാണോ, പള്ളി എന്നല്ല ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ തകർത്തിട്ടാണോ അവിടെയാണോ മര്യാദ പുരുഷോത്തമനായ രാമൻ ഇരിക്കുക എന്നൊരു ചോദ്യമില്ലേ? അല്ല, പക്ഷേ ഇത് നമ്മൾ വെറും ഫിലോസഫിക്കലായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ. ജനങ്ങൾ വികാരവുമായിട്ട് നമ്മൾ ഒരല്പം നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് നടന്നിരുന്നില്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ടുള്ള പ്രശ്നങ്ങളാകുമായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഞാനിതുവരെ മനസ്സിലാക്കിയത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. സാറിന് ഇൻവിറ്റേഷൻ ഉണ്ടോ? ഇത് എന്നിട്ട് പോകുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. എനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നെ പൊതുവെ നമ്മൾ ആ ചരിത്രത്തെ നോക്കി കാണുന്ന അവസരത്തിൽ ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി ഇല്ലെങ്കിൽ, അതിനുള്ള വാദങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി ഇല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു നിതാന്ത പരിഹാരം നമുക്ക് കാണാൻ കഴിയില്ല. ഇതെപ്പോഴും ഇങ്ങനെ ഇറ്റ് വുഡ് ബി എ കൈൻഡ് ഓഫ് ഫെസ്റ്ററിങ് തോൺ ഫോർ എവർ. ഒന്ന് കഴിഞ്ഞ്, പക്ഷേ ഈ രണ്ട് ഇതും ഞാനെപ്പോഴും മുസ്ലിങ്ങളോട് പറയാറുള്ളത്, പിന്നെ ഇന്ത്യ, ഇഫ് ഇറ്റ് ഈസ് ഈവൻ ആഫ്റ്റർ ഗിവിങ് പാകിസ്ഥാൻ, if India is a secular country, it's only because it is Hindu majority country. അല്ലെങ്കിൽ ഇതൊരിക്കലും തന്നെ ഒരു സെക്യുലർ കൺട്രി ആവില്ലായിരുന്നു. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിന്ദുസ് ആസ് മക്ക ആൻഡ് മദീന ആർ ഫോർ മുസ്ലിംസ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഞാൻ ഈ സ്ഥലത്ത് മുഴുവൻ വർക്ക് ചെയ്ത ആളാണ്. അപ്പം പലപ്പോഴും ഇവിടെ ഗ്യാൻവാബി പോകുന്ന അവസരത്തിൽ വളരെയധികം വിഷമമുണ്ടാകും, വളരെ വിഷമം തോന്നും നമുക്ക്. എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്ന അധികവും ഹിന്ദു സുഹൃത്തുക്കളായിരുന്നു. അപ്പം ആ നന്ദി പള്ളിയെ നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ക്ഷേത്രങ്ങളുടെ നഗരിയാണ് ചുറ്റുമുള്ളത്. എനിക്ക് ഏതാണ്ട് ഈ സ്ഥലം പിന്നെ 990 മുതൽ തന്നെ ശരിക്കായിട്ട് അറിയാവുന്നതാണ്. അതേപോലെയാണ് മധുരയും ഉള്ളത്. വല്ലാതെ വിഷമം തോന്നുന്ന അനുഭവമാണ് അവിടേക്ക് പോകുന്ന അവസരത്തിലുണ്ടാകുന്നതും. ഒരു സാധാരണ ഹിന്ദുവിൻ്റെ ഹൃദയത്തിലെ വലിയ മുറിവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ചിലർ എക്സ്പ്രസ് ചെയ്യും, ചിലർ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പം ഇത് എന്നേക്കുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തെളിവുകൾ ധാരാളമുണ്ട്. പിന്നെ ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത ബുക്കിഷായിട്ടുള്ള തെളിവുകളുണ്ട്. മാസിറ ആലങ്ങേരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സഖി മുസ്തയിദ് ഖാൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയാണ്. അതിൽ ഇതിനെ രണ്ടിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അത് ഒരു വലിയ മാറ്റമുണ്ടാക്കും. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും വലിയ ഒരുപക്ഷെ കേരളത്തിലുണ്ടാവില്ല, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതൊരു വലിയ വിടവായി മാറിയിട്ടുണ്ട്. അതിനുള്ളൊരു ശാശ്വത പരിഹാരം ഇത് മാത്രമാണ്. പക്ഷേ അതിന് ലീഗലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലീഗൽ പ്രോബ്ലം 1991 റിലീജിയസ് വർഷിപ്പ് ആക്റ്റാണ്. അത് അമെൻഡ് ചെയ്യാത്തിടത്തോളം കാലം ഇത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ലീഗൽ വശം. അതാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ആർക്കിയോളജിക്കൽ വശം ഇതുമാണ്. പക്ഷേ പെറ്റീഷൻ ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്നതാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ദാറ്റ്സ് എ 17th century സ്ട്രക്ചർ അല്ലേ? 17th സെഞ്ചുറിയിലല്ലേ ഗ്യാൻവാപ്പി 18th സെഞ്ചുറിയിലായിട്ട് ഒരു ഔറംഗസേബിൻ്റെ പീരീഡിലാണ് അത്. അത് ഡോണ്ട് യു തിങ്ക് ആസ് എൻ ആർക്കിയോളജിസ്റ്റ് അതൊരു 18th സെഞ്ചുറിയിലെ ഒരു സ്ട്രക്ചർ വീണ്ടും ഡെമോളിഷ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ നേരത്തെ മനോജ് ചോദിച്ചതുപോലെ അതൊരു അൺനെസസറി കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കില്ലേ? തീർച്ചയായും. അത് ഈവൻ ഇതിനെക്കുറിച്ചും ബാബരി മസ്ജിദിനെ കുറിച്ചും ഈ പ്രശ്നം വന്നിരുന്നു. അതൊരു ഹിസ്റ്റോറിക് സ്ട്രക്ചറാണ്, ഒരു ആർക്കിയോളജിക്കൽ സ്ട്രക്ചറാണ്. അതിനെ രണ്ടാമത് നമ്മൾ ഡിമോളിഷ് ചെയ്യണോ എന്നുള്ളത്. ഡിമോളിഷ് ചെയ്യാതെ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അതേപോലെ തന്നെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും.
ഇന്ത്യയിൽ ആകെ 4 ട്രാൻസ്പ്ലാന്റേഷൻസാണ് ആകെ നടന്നിട്ടുള്ളത്. അത് 2 ഹെഡ് ചെയ്ത് ഞാനായിരുന്നു. ഒന്ന് കുരുടി മഹാദേവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. അതേപോലെ ചൗബീസ് അവതാർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശിൽ മറ്റൊരു ക്ഷേത്രമുണ്ട്. അത് രണ്ടും ഞാൻ അതേപോലെ നമുക്ക് ഇവിടുന്ന് ബ്രിക്ക് ബൈ ബ്രിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടുന്ന് മാറ്റാൻ കഴിയും. അതോടുകൂടി ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ കഴിയും. That would be more like reconstructing the ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അത് ഇതേപോലെ മറ്റൊരു സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് അതേപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ബ്രിക്ക് ബൈ ബ്രിക്ക് വി ഹാവ് ടു ഡിസ്മാൻഡിൽ ഇറ്റ്. സംശയം നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ചില തെറ്റുകളോ ശരികളുടെയോ ഭാഗമായിട്ടാണ് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നിലവിൽ വരുന്നത്. അതെ അതെ നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്താൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ശരിയാണ്, അത് വളരെ ശരിയാണ്. ഇതിന് ഒരു തുടക്കവും അവസാനവും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ഗോ ഓൺ. കേരളത്തിൽ തന്നെ ധാരാളം ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ അതേപോലെ ഉണ്ട്. അതേപോലെ ജൈന ക്ഷേത്രങ്ങൾ പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുള്ളതുണ്ട്. അവർ നോർത്ത് ഇന്ത്യയിലും ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ ഇതേപോലെ ആയിട്ടുണ്ട്. അത് നമുക്ക് ശരിയാണ്. പക്ഷേ ഒരു എക്സാമ്പിളറി ആയിട്ട് ഈ 3 സ്ഥലങ്ങൾ മാത്രം, അത് കൃഷ്ണൻ്റെ ജന്മസ്ഥലവും അതുപോലെ ശിവൻ്റെ സ്ഥലവും അതേപോലെ തന്നെ രാം ജന്മഭൂമിയും, ഇതൊരു 3 ഒരു എക്സെപ്ഷണലായിട്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ഒരു മാർഗം ഇത് മാത്രമാണ്. അല്ലാതെ ഞാനൊന്നും കാണുന്നില്ല. ഈ മുസ്ലിം ഇൻവേഷനിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഈ 3 റീകൺസ്ട്രക്ട് ചെയ്യാൻ സമ്മതിച്ചാൽ മറ്റുള്ളതിനും ഇതുപോലെ ഡിമാൻഡ് വരില്ലേ? തീർച്ചയായിട്ടും ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മൾ കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതല്ലാതെ നമ്മൾ പിന്നെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞു. കാരണം റിലീജിയസ് വർഷിപ്പ് ആക്ട് പ്രകാരം പിന്നെ കട്ട് ഓഫ് ഇയർ 1947 ആണ്. ആ 1947 മുമ്പ് പള്ളിയാണെങ്കിൽ പള്ളി, അതല്ലെങ്കിൽ പിന്നെ അമ്പലമാണെങ്കിൽ അമ്പലം എന്നുള്ളതാണ് ഇത്. അത് ഒരു ശരിയായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് ഗവൺമെൻറ് എത്തിച്ചേർന്നതും പിന്നെ അതേപോലെ തന്നെ റിലീജിയസ് വർഷിപ്പ് ആക്റ്റും. പക്ഷേ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ 2 സ്ഥലമാണ്. അത് വിട്ടുകൊടുത്താൽ എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാ റിലീജിയസ് ഗ്രൂപ്പ്സും അതിലേക്ക് ഒന്നായിട്ട് നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ലിസ്റ്റിൽ 2000-ഓളം അമ്പലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് RSSന്റെ കയ്യിൽ. പണ്ട് ഇപ്പോഴത്തെ പള്ളികൾ പണ്ട് അമ്പലങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. നമ്മൾ ഇപ്പോ ബാബറി മസ്ജിദ് കഴിഞ്ഞു, ഗ്യാൻ വാപ്പി വരുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനമുണ്ടോ എന്നുള്ളതാണ്. പോലത്തെ ഒരു രാജ്യത്ത് ഒരുപാട് മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ ചരിത്രത്തിന്റെ തെറ്റുകൾ തിരുത്തി തുടങ്ങിയാൽ ഇത് എവിടെ അവസാനിക്കും? സാധ്യമല്ല. വളരെ ന്യായമായിട്ടുള്ള പിന്നെ ചോദ്യമാണിത്. ഒരു ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു അന്തമുണ്ടാവില്ല ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇത് RSSൻ്റെ ലിസ്റ്റല്ല, എനിക്ക് തോന്നുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലിസ്റ്റാണ്. അവരുടെ അടുത്ത് വലിയ ലിസ്റ്റുണ്ട്. പക്ഷേ ഹിന്ദുമതം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം പിന്നെ ഒരാൾക്ക് ലിബറൽ റിലിജനാണ്. സെമിറ്റിക് റിലിജനെ പോലെയല്ല. സെമിറ്റിക് റിലിജൻസ് ആണെങ്കിൽ ഞങ്ങൾ മാത്രം ശരിയാകുന്നത്, ഹിന്ദുമതം കുറേ കൂടി വിശാലമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള മതമാണ്. അപ്പോൾ ഈ റിലീജിയസ് ലീഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ 3 വിടണം. ഇതിനു മുമ്പും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. 3 വിട്ടുകൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പലപ്പോഴും വന്നിരുന്നു. പക്ഷെ അതൊന്ന് രേഖാമൂലം ഒന്ന് ഇനി ഞങ്ങൾ മറ്റൊന്നിനു വേണ്ടി ക്ലെയിം ചെയ്യില്ല എന്ന് പറഞ്ഞ് റിലീജിയസ് ലീഡേഴ്സിനെ വെക്കണം. അതിൽ ചരിത്രകാരന്മാരെയോ അതല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റിനെയോ അല്ല ഉൾപ്പെടുത്തേണ്ടത്. റിലീജിയസ് ലീഡേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സുമാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഈ പ്രശ്നം എന്നും ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലം ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്കറിയാം അവിടേക്കുള്ള ഓരോ ആളുകളുടെയും ഹൃദയത്തിലുള്ള ആ മുറിവിൻ്റെ ആഘാതം ശരിക്കും എനിക്കറിയാം. സർ 76-ൽ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? ആ ടീമിൻ്റെ ഭാഗമായിരുന്നു സർ? അതെ 76-ൽ പ്രൊഫസർ ലാൽ സാറ് കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ബാച്ചിലുള്ള എല്ലാ ആളും 10 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ നമ്മുടെ പിന്നെ
കോൺഗ്രസ് പിന്നെ സ്പോക്സ് പേഴ്സൺ, അതെ സ്പോക്സ് പേഴ്സണാണ് അദ്ദേഹം, ജയറാം രമേഷ് ജി. അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു ജയശ്രീ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ജയശ്രീ രാംനാഥൻ ആയിരുന്നു അവരുടെ പിതാവ്, പിന്നെ പെട്രോളിയം സെക്രട്ടറി ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ. ഞങ്ങളൊരു ബാച്ച് ഒന്നായിട്ട്, അവർ ട്രഞ്ച് എ ആണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, ഞാൻ ട്രഞ്ച് ബി ആണ്, പിന്നെ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എക്സ്കവേഷൻ നടത്തിയതിൽ. അപ്പം അവിടെ പോയ അവസരത്തിലാണ് ഞങ്ങളിത് കാണുന്നത്. പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചു, പോലീസുകാരൻ തടുത്തു നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവാദവും വലിയ ബന്ധവുമില്ല, ഞങ്ങൾ റിസർച്ചേഴ്സാണ്. അപ്പോൾ അദ്ദേഹം ഉള്ളിൽ പോകാൻ അനുവദിച്ചു. ആ പില്ലർ നോക്കിയ അവസരത്തിൽ പില്ലർ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പില്ലേഴ്സാണ്. അപ്പം അതിൽ പൂർണ്ണ കലശ ശരിക്കും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ കലശ എന്ന് പറയുകയാണെങ്കിൽ ഇന്നും ഒരു ഹിന്ദു മത ആചാര്യം വരികയാണ്, ഒന്നുകിൽ നമ്മൾ ശങ്കരാചാര്യർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ പൂമാല കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതേപോലെ നമുക്ക് പിന്നെ പൊന്നാട കൊണ്ടും പറ്റില്ല, പൂർണ്ണ കലശം തന്നെ കൊടുക്കണം. അത് ദിസ് ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗല ചിഹ്നാസാണ്, 8 ഓസ്പീഷ്യസ് സിമ്പിൾസാണ്. അതിന് പുറമെ അതിൽ കുറച്ച് ദേവീദേവന്മാരെ എൻഗ്രേവ് ചെയ്തിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഡിഫേസ്ഡ് ഓൾസോ. പിന്നെ ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ അതിൻ്റെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഈ പില്ലേഴ്സ് ശരിക്കും നിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രിക്ക് ബേസുകൾ കിട്ടി. അതേപോലെ തന്നെ പിന്നെ കുറച്ച് ടെറക്കോട്ട് കൊണ്ടുള്ള പ്രതിമകൾ, അത് ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ്. കാരണം ഒരു മുസ്ലിം പള്ളിയുടെ പ്രദേശത്തിൽ നിന്ന് ഒന്നുകിൽ ആണിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പ്രതിമകൾ ഒരിക്കലും കിട്ടില്ല, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. അതേപോലെ പാമ്പിൻ്റെ പ്രതിമയുണ്ട്, ഡോഗിൻ്റെ പ്രതിമയുണ്ട്, ഇങ്ങനെയുള്ള പല പ്രതിമകളും കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നാണ് ഇതിൻ്റെ മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു, പള്ളിയുടെ മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് പീരീഡ്. ഇതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടി ഒരിക്കലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആഗ്രഹിച്ചില്ല, പ്രത്യേകിച്ച് പ്രൊഫസർ വി ലാൽ. ഇതൊരു ഇഷ്യൂ ആക്കാൻ പാടില്ല, അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയുള്ള കാര്യമാണ്. അപ്പം പക്ഷേ 1990-ലാണ് തകരാറ് സംഭവിച്ചത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അവർ കുറച്ച് ഔട്ട്സ്മാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ കെയിം വിത്ത് എ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിന് മുന്നേ ഒരു സംശയം സാർ, ഈ 76-ലെ സ്റ്റഡിയുടെ റിപ്പോർട്ട് നമ്മൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിരുന്നു? ഇന്ത്യൻ ആർക്കിയോളജിക്കൽ റിവ്യൂലുണ്ട്. AMU-ലെ സയ്യിദ് അലി മിർസി അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളില് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പറയുന്നത്, ഒന്ന് 76-ൽ നടന്ന എക്സ്കവേഷനിൽ താങ്കൾ യു ആർ എ സ്റ്റുഡന്റ് ആയിട്ട്, ആർക്കിയോളജി സ്റ്റുഡന്റ് ആയിട്ട്, ദാറ്റ്സ് വൺ തിങ്. ആൻഡ് ASIയുടെ റിപ്പോർട്ടിൽ ഒരിടത്തും ഇതൊരു ടെമ്പിൾ സ്ട്രക്ചർ ആണെന്ന് പറയുന്നില്ല. ദർ ഇസ് എ സ്ട്രക്ചർ, അണ്ടർഗ്രൗണ്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള ഇത് സ്കാനിങ്ങിൽ ദർ ഇസ് എ സ്ട്രക്ചർ. പക്ഷെ ഇത് ടെമ്പിൾ സ്ട്രക്ചർ ആണോ മോസ്ക് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല പ്രൊഫസർ DN ഷായും അത് കഴിഞ്ഞു പറഞ്ഞു, അതിന്റെ സർഫസിൽ കണ്ട സ്ട്രക്ചറാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് എന്നതിന് പ്രൂഫൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് ക്ലാരിഫൈ. ശരി. ഒന്ന്, അവർ ഇത് മാത്രമല്ല പറഞ്ഞു, ഞാൻ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ MA കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 10 പേരാണ് ഈ എക്സ്കവേഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അവർ കൊടുത്തത്. നമുക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഞങ്ങൾ ഈ ബാച്ചിൽ ഞങ്ങൾ 10 പേരാണ് ഉണ്ടായിരുന്നത്. പഠിക്കുന്ന ബാച്ചിൽ. അതെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്കൂൾ ഓഫ് ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട് ഞങ്ങളെ. അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് ഈ എക്സ്കവേഷൻസ് ഇത് നടത്തുന്നതും. പിന്നെ രണ്ടാമത് ഇർഫാൻ ഹബീബ് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് മാധ്യമത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ പിന്നെ അതിൽ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് അയോധ്യയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പിന്നെ ഇത് പറഞ്ഞല്ലോ, പിന്നെ റഡാർ സിസ്റ്റം കൊണ്ടുള്ളത് പറഞ്ഞല്ലോ,
അത് പിന്നെ പൊതുവെ ഞങ്ങൾ പിന്നെ ഈ റഡാർ സിസ്റ്റം നോക്കിയത് ആദ്യത്തേതിലല്ല, 2 എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. 76-ലും 77-ലും അല്ല അതാണോ 2003 ആണോ പറയുന്നത്? ഇത് 2003-ലാണ്. VR മണി ചെയ്തത്. ആ വി ആർ മണിയുടെ പിന്നെ അവസരത്തിലാണ്. അത് തേജോ വികാസ് എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരാണ് അന്ന് ഇത് ചെയ്യുന്നത്. അത് പിന്നെ ഈ പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം കൊണ്ടല്ലേ, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് GPR പിന്നെ സർവേ ആണ് നടത്തിയത്. അപ്പോൾ അതിൽ നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ അടിയിൽ ഇവരാദ്യം പറഞ്ഞിരുന്നത് ഈ പള്ളി നിൽക്കുന്നത് ഇതിൻ്റെ ഇത് പിന്നെ വെർജിൻ ലാൻഡിലാണ്. ഇതിൻ്റെ കീഴിലായിട്ട് അമ്പലവുമില്ല, പള്ളിയുമില്ല, മറ്റൊന്നുമില്ല എന്നായിരുന്നു ഇവരാദ്യം പറഞ്ഞിരുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, അതെ, ഒന്നായിട്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഈ തോജോ വികാസിൻ്റെ GPR സിസ്റ്റം കൊണ്ടുള്ള ഈ സർവേ നടത്തുന്നത്. അപ്പോൾ അതിൽ അനോമലീസ് കണ്ടു. അപ്പോൾ അനോമലീസ് കണ്ടാൽ അതിനർത്ഥം ഇതിൻ്റെ അടിയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പേടി തുടങ്ങി, ഇതിൻ്റെ കീഴിൽ സ്ട്രക്ചർ വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. സർ, അതിനോടൊപ്പം ചോദിക്കട്ടെ, കണ്ണിങ്ഹാം അല്ലേ ആദ്യം ചെയ്യുന്നത്? ആ സമയത്തൊന്നും ഇങ്ങനൊരു സ്ട്രക്ചർ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. 76-ലാണ് ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത്. അത് 1861-ലാണ്. 1863-ല് കണിയാവിന്റെ സർവേയില് അയോധ്യയുടെ പിന്നെ ഒരു ആൻഷ്യന്റ് സ്ട്രക്ചറും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ ഫസ്റ്റ് സെഞ്ചുറിയിലുണ്ടായ വിക്രമാദിത്യയുടെ ടൈമിലുള്ള സ്ട്രക്ചേഴ്സ് ആണ് അതിൻ്റെ അടിയിലുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ്. അല്ല, അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 2 ഇതുണ്ട്. ഒന്ന് എക്സ്കവേറ്റ് ചെയ്താൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് താഴോട്ട് പോകണം. അദ്ദേഹം ചെയ്യുന്ന എക്സ്പ്ലോർ ചെയ്യുകയാണ്. മുകളിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് മാത്രം നോക്കിയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. പിന്നെ അദ്ദേഹം കുറേ ബുദ്ധിസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചും പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ജെയിനിൻ്റെയും ഉണ്ട്, അതെ. 5 ജെയിൻ തീർത്ഥങ്കന്മാരുള്ള സ്ഥലമാണത്. പക്ഷേ അത് ഈ ജന്മസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ഇത് ജന്മസ്ഥാനം എന്ന് പറയുന്നത് സരീവിൻ്റെ ഇവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു കോട്ടാണ്. കോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉയർന്ന സ്ഥലം. അപ്പോൾ ഇവർ 2 പേരും പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു പിന്നെ അയോധ്യ ഏരിയ ഉണ്ട്, പിന്നെ ഗ്രേറ്റർ അയോധ്യ ഏരിയ. അതിൽ പിന്നെ ജെയിൻ തീർത്ഥങ്കരന്മാരുടേതുണ്ട്, 5 തീർത്ഥങ്കരന്മാരുണ്ട്, ബുദ്ധിസ്റ്റ് റിമെയിൻസ് ഉണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 2.67 എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. അവിടെ ഇതൊന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ അവർ പറയുന്നത് എക്സ്കവേഷനിലില്ല. അവർ ഒരു സ്ട്രക്ചറെ കുറിച്ച് പറയുന്നത്, ഒരു സ്ട്രക്ചറുണ്ട്, അത് സർക്കുലർ സ്ട്രക്ചറാണ്. അപ്പോൾ സർക്കുലർ സ്ട്രക്ചർ അത് ബുദ്ധിസ്റ്റ് സ്തൂപമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ ബുദ്ധിസ്റ്റ് സ്തൂപമാണെങ്കിൽ അതെപ്പോഴും സോളിഡ് സ്ട്രക്ചർ ആയിരിക്കും, വളരെ സോളിഡ് ആയിരിക്കും. അതിൻ്റെ പിന്നെ ഉള്ളിലൊക്കെ മണ്ണും അതേപോലെ തന്നെ കല്ലും ബാക്കിയുള്ളത് വെച്ചിട്ടായിരിക്കും. പക്ഷേ ക്ഷേത്രമാണെങ്കിൽ, ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള സർക്കുലർ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ കൊല്ലം ഭാഗത്തുണ്ട്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ധാരാളം ഇതേ സർക്കുലർ ടെമ്പിൾസ് ഉണ്ടാവും. പിന്നെ ഒന്ന് പിന്നെ ഗജപൃഷ്ഠാകാര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതേ രൂപത്തിലുള്ള ഇതുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലുണ്ട്. ഇതൊന്നും അതോ സോളിഡ് സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപം. അപ്പോൾ സാഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ സാഞ്ചിൻ്റെ സ്തൂപത്തിൻ്റെ അടിയിൽ മുഴുവനും മണ്ണും കല്ലുമായിട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ലത്, ഇതിൻ്റെ ഉള്ളിൽ വളരെ വേക്കൻ്റാണ്. അപ്പം അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ളതാണ്. കാരണം ഇവർ ഒന്ന് തരാറ്, ഇവരിൽ ഒരാൾ മാത്രമേ ആർക്കിയോളജി അറിയാവുന്ന ആളുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് ശരിക്കും ബോധമില്ലാത്തത് കൊണ്ടാണ് അവരെന്ത് കണ്ടാലും ഉടനെ തന്നെ അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് പേപ്പേഴ്സുമായിട്ട് കുറേ ആ കാലത്തിൽ ഇപ്പോൾ 1990-ലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പേപ്പേഴ്സുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളത് അവർക്കായിരുന്നു. അപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ഇംഗ്ലീഷ് ബന്ധങ്ങൾ പേപ്പേഴ്സ് അത് കോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ആർക്കിയോളജിസ്റ്റ് പൊതുവേ പിന്നെ ഇൻവെർട്ടഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളാണ്, അവരധികം സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എല്ലാം ഗവൺമെൻറ് സർവൻസാണ്. ഇപ്പോൾ ഗവൺമെൻറ് സർവൻസ് ആകുന്ന അവസരത്തിൽ സംസാരിക്കുന്നതിൽ പരിധികളും പരിമിതികളും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടാണ് അവരിത് ചെയ്തത്. അപ്പോൾ ഇത് കിട്ടിയ അവസരത്തിൽ അവർ എന്നെ വിളിച്ചു. ഇതൊരു ഡോക്ടർ ജാഫ്രി എന്ന് പറഞ്ഞ ഒരാളുണ്ട്,
സയ്യിദ് ജാഫരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവരാകെ വെപ്രാളപ്പെട്ടു. കാരണം ഈ അനോമലി കണ്ടല്ലോ, അനോമലി കണ്ടതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ കീഴെ ഇത് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി പോകുന്നു എന്നാണ്. ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കീഴിൽ ഒന്നുമില്ല, മുസ്ലിം സ്ട്രക്ചറും ഇല്ല, ഹിന്ദു സ്ട്രക്ചറും ഇല്ല. അപ്പോൾ എന്നോട് വിളിച്ച് കെ ഭായി ഈ കിസി ബി തരീക്കെ സെ ബന്ദ് കർവാ ദീജിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് ബന്ദ് വെക്കാൻ പറ്റുക? ഇത് അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഓർഡറാണ്, 2003 ഓർഡറാണ്. അത് നമുക്ക് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല, എക്സ്കവേഷൻ നടത്തേണ്ടി വരും. നീ കിസി ബി തരീക്കെ സെ ബന്ദ് കർവാ ദീജിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാധ്യമല്ല, ഇതിങ്ങനെ എക്സ്കവേഷൻ ഓൾറെഡി ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു, ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഒരിക്കലും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ എക്സ്കവേഷനിലാണ് പിന്നെ ധാരാളം സാധനങ്ങൾ, പിന്നീട് രണ്ടാമത്തെ എക്സ്കവേഷൻ ധാരാളം സാധനങ്ങൾ കിട്ടുകയുണ്ടായി. എങ്ങനെ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ എക്സ്കവേഷൻ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് 12 തൂണുകളാണ് കേട്ടോ. ഇപ്പം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ കീഴിലായിട്ടുള്ളത് ഈ ബ്രിക്ക് ബേസുകൾ, ഇത് നിലം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള. പിന്നീട് 50-ൽ പരം ഈ ബ്രിക്ക് ബേസുകൾ തൂണിന് വേണ്ടിയുള്ള അത് മുഴുവൻ അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ എക്സ്കവേഷൻ നടക്കുന്നതിൽ ഒന്ന് ഇവരെ എക്സ്പേർട്സ് ഉണ്ട്, അതായത് പിന്നെ JNUവിലെയും അതേപോലെ അലിഗറിലെയും എക്സ്പേർട്സ് ഉണ്ട്. സോ കോൾഡ് എക്സ്പേർട്സ്, അവർക്കൊന്നും അത്ര പരിചയമുള്ള ആൾക്കാരല്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്, പക്ഷേ അവരെ വഖഫ് കമ്മിറ്റിയുടെ പിന്നെ ആളുകളാണ് ഇവർ മുഴുവനും. അല്ലാണ്ട് പിന്നെ JNUവിൻ്റെ ആയിട്ടല്ല വന്നത്, വഖഫ് കമ്മിറ്റിയുടെ ആളുകളായിട്ടാണ് വരുന്നത്. അതിന് പുറമെ ഈ വഖഫ് കമ്മിറ്റിക്ക് ഉണ്ടാകുന്ന ലോയേഴ്സ് ഉണ്ടാവും, അവരും എക്സ്കവേഷൻ ചെയ്യുന്ന സ്ഥലത്തുണ്ട്. പിന്നെ ഇവരെ ഹിന്ദു പരിഷത്തിൻ്റെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട്. ഇതിന് പുറമെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അതിൻ്റെ ആളുകളുണ്ട്. പിന്നെ എല്ലാം തന്നെ വീഡിയോ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. 1/4 ഓഫ് ദ ടോട്ടൽ വർക്കേഴ്സ് അത് മുസ്ലിങ്ങളായിരുന്നു. അവരൊരു ഡിമാൻഡ് വെച്ചു, കാരണം ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം 1/4 മുസ്ലിം വർക്കേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, അവരും ചെയ്തു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. സാറേ, എക്സ്കവേഷൻസ് ചെറിയ 1-2 സംശയങ്ങളുണ്ട്. നമ്മൾ അമ്പലമാണെന്ന് പ്രൂവ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ അവിടെ എക്സ്കവേഷൻസിൽ കണ്ടെത്തി. അത് രാമക്ഷേത്രമായിരുന്നു എന്നുള്ളതിന് പ്രൂഫ് ഉണ്ടോ? ഉണ്ട്. അതാണ് ഒരു പിന്നെ ഇൻസ്ക്രിപ്ഷൻ കിട്ടി, വിഷ്ണു ഹരി ശിലാഫലകം എന്നല്ലേ. അത് എക്സ്കവേഷൻസിലല്ല, അത് പൊളിച്ചല്ലോ, പൊളിച്ച അവസരത്തിലാണ് കിട്ടുന്നത്. അതൊരു 20 ലൈൻ 92-ൽ പൊളിച്ച അവസരത്തിൽ കിട്ടിയ പിന്നെ ഇൻസ്ക്രിപ്ഷനാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദിസ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് മഹാവിഷ്ണു ഹൂ ഹാസ് കിൽഡ് ബാലി. യെസ്, അത് അവർ പറഞ്ഞിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. മറ്റേതുണ്ടല്ലോ സാർ, അത് പൊളിച്ച അവസരത്തിൽ കിട്ടിയതാണ്. അപ്പം പിന്നെ എക്സ്കവേഷൻ ചെയ്ത അവസരത്തിൽ കിട്ടിയതല്ല. പക്ഷെ അവരുള്ള വാദം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇത് 18th സെഞ്ച്വറിയിലെ പിന്നെ ഇൻസ്ക്രിപ്ഷനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നീട് അവരോട് ചോദിച്ചു, ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം പിന്നെ അവർ എന്നെ പുറകോട്ട് പോയി അവർ പറഞ്ഞു, അല്ല ഞങ്ങളത് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഞങ്ങളതിൻ്റെ ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്തു. 12th സെഞ്ച്വറിയിലെ ഇൻസ്ക്രിപ്ഷനാണ് അതുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അവർ പറഞ്ഞു, അല്ല ഇത് മറ്റൊരു സ്ഥലത്തുള്ള, പിന്നെ പറഞ്ഞു ഇത് പ്ലാന്റ് ചെയ്തതാണ് ഒരു പിന്നെ മോഡേൺ ഇൻസ്ക്രിപ്ഷനാണ്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അവർ ആ സ്റ്റാൻഡ് മാറ്റിയല്ല, ഇത് ഒറിജിനൽ ഇൻസ്ക്രിപ്ഷനാണ്, നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ടല്ലോ ആ വാദത്തിലേക്ക് അവരെത്തി. അതായത് ഇത് പിന്നെ ലക്നൗ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം ലക്നൗ മ്യൂസിയക്കാരോട് എഴുതി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ആ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ ഇൻസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇവിടെ കീപ്പപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ 2-3 പ്രാവശ്യം അവരെ ഒപ്പീനിയൻ തന്നെ മാറ്റിയിട്ടുണ്ട്. സർ, ഇത് അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ 12th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു ടെമ്പിൾ, താങ്കൾ പറഞ്ഞതുപോലെ 12th സെഞ്ച്വറിയിലെ ടെമ്പിൾ, അതിൻ്റെ മേളിൽ പണിതിരിക്കാവുന്ന 16th സെഞ്ച്വറിയിലെ ബാബറി മസ്ജിദ്. As an archaeologist, do you agree with demolishing one particular archaeological structure
to find out another one? ഇല്ല അത് നമ്മൾ പൊതുവെ നമ്മളത് ചെയ്യാറില്ല ഇങ്ങനെയുള്ള, അതായത് Would agree with that demo? അല്ല നോ ആർക്കിയോളജിസ്റ്റ് വുഡ് അഗ്രി. ഞാനൊന്നും മാത്രമല്ല, ഒരു ആർക്കിയോളജിസ്റ്റും അത് അഗ്രി ഇങ്ങനെയുള്ള ചെയ്യില്ല. അതൊരു ഡിമോളിഷ് ചെയ്യുന്നതിനോടും എതിർപ്പാണ് എല്ലാ ആളുകളും, ആർക്കിയോളജിസ്റ്റുകൾ മുഴുവനും. അപ്പം പക്ഷേ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇത് ഡിമോളിഷൻ ചെയ്തു, ഇതൊരു പ്രശ്നമായി നിന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണം. ഇനി എന്താണ് നമുക്കൊരു, ഞാനത് ചോദിച്ചത് എന്താ വെച്ചാൽ, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇത് നമുക്ക് മറ്റൊരിടത്തേക്ക് മാറ്റി ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെയുള്ളൊരു വാദം ഉണ്ടായിരുന്നൊരു വാദം ഉണ്ടായിരുന്നു. അതെ, ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പം അത് നടക്കാതിരുന്നതൊരു വലിയ നഷ്ടമായിപ്പോയി. അത് അങ്ങനെയുള്ളൊരു അഭിപ്രായം, ഇതൊരു നാഷണൽ മോണ്യുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു സംരംഭവും ഉണ്ടായിരുന്നു. അതും നടന്നില്ല. പിന്നെ ഇതും നടന്നിട്ടില്ല, രണ്ടും. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയും നടന്നിട്ടില്ല. ഇപ്പോൾ അവിടെ ഒരു 15th സെഞ്ച്വറി ഒരു സ്ട്രക്ചറിനെ ഡെമോളിഷ് ചെയ്തു. എവിടെ? ഒരു മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അമ്പലം. അതെ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജസ്റ്റിസ് ഇസ് സെർവ്ഡ്? അത് ജസ്റ്റിഫൈഡ് ആണോ അല്ലേ എന്നുള്ളതല്ല ഇപ്പോൾ ഇനി പ്രശ്നം. കാരണം അത് പൊളിച്ച് നഷ്ടപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഒരു പുതിയ സ്ട്രക്ചർ അതിൻ്റെ അടുത്തൊരു 300 മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചു പോയതിന് ശേഷം പിന്നീട് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂ സ്ട്രക്ചറാണ്. അപ്പം പിന്നെ അത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം അപ്പോൾ അതൊരു ടൂറിസം പ്ലേസായിട്ട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 67ഓളം ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ പുതുതായിട്ട്. പിന്നെ ഒരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. കുറേയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം അപ്പോൾ അതിൽ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് നമ്മൾ വെറും റിജിഡായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റിന് മറുപടി നൽകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇതിൽ ആർക്കിയോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, എല്ലാം കൂടിയും ഇടകലർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന അവസരത്തിൽ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ശേഷം മുസ്ലിമും ഹിന്ദുക്കളും ഒന്നായിട്ട് യുണൈറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്നായിരുന്നു. അങ്ങനെ വേണ്ടി അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറുമായിരുന്നു നമ്മളെ ചരിത്രത്തിൽ. പക്ഷെ അത് സംഭവിച്ചില്ല. അത് ഇവർ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ട് വില്ലിംഗ്ലി ദേ ഷുഡ് ഹാവ് ഹാൻഡഡ് ഓവർ ഇറ്റ്. ചോദിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എക്സ്കവേഷനിലൂടെ ആ സ്ട്രക്ചർ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ, ജസ്റ്റിസ് സെർവ്ഡ്. അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ആ സ്ട്രക്ചർ റീബിൽഡ് ചെയ്തു എന്ന് പറയാം. ഇതിപ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു ന്യൂ സ്ട്രക്ചർ ആണ് വരുന്നത്. ആസ് എൻ ആർക്കിയോളജിസ്റ്റ് അതിന് യാതൊരുതര ആർക്കിയോളജിക്കൽ റെലവൻസും ഇല്ല. ആർക്കിയോളജിക്കൽ പെർസ്പെക്ടീവില് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവില് ഒരു റിലവൻസും ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നമ്മളത് എക്സ്കവേറ്റ് ചെയ്തത് തന്നെ ഒരു ഗുണമുണ്ടായത്, എഫക്റ്റീവായി എന്ന് കരുതുക? അല്ല, അത് ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തത് ഇത് പള്ളിയുടെ കീഴേ അമ്പലമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത് ശരിക്കും അതിൻ്റെ ആർക്കിയോളജിക്കൽ ഇതിൻ്റെ കൾച്ചറൽ കണ്ടിന്യൂറ്റി എത്ര കീഴോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഈ ടെമ്പിൾ ഇഷ്യൂ വന്നതാണ്. അപ്പം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി വാട്ട് ഈസ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്നുള്ള നിലക്കാണ് ഇത് നമുക്കൊരു പാഠമാകട്ടെ. ആ പാഠത്തിൽ നിന്ന് കുറേ കൂടി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറ്റൂ. ചരിത്രത്തിൽ ഒരു സംശയം ആദ്യം എക്സ്കവേഷന്റെ പറഞ്ഞപ്പോഴാണ് സർ, ബാബർ രാമക്ഷേത്രം തകർത്ത് ഒരു പള്ളി പണിതു എന്നുള്ളതാണല്ലോ നമ്മുടെ പൊതുവെയുള്ളൊരു വിശ്വാസവും നെറേറ്റീവും. അതാണ് ഈ ബാബർ പള്ളി തകർത്തു എന്നുള്ളത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണോ സർ? അല്ല, അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മീർ ബാക്കി എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിട്ടുള്ള. ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ, പെർഷ്യനിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇദ്ദേഹം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. പക്ഷെ അത് തകർത്തതും ആവാം, പിന്നെ തകർന്ന് കിടക്കുന്ന ഒരു അമ്പലമായിരിക്കും. രണ്ടും ആവാൻ സാധ്യത ഉണ്ട്. വലിയ വ്യത്യാസമുണ്ടല്ലോ. അമ്പലം തകർത്ത് പള്ളി പണിതു, തകർന്ന് കിടക്കുന്ന ഒരു പ്രിമൈസിൽ ഒരു പള്ളി വരുന്നത് വളരെ വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ തകർത്തു എന്നുള്ളതുണ്ടല്ലോ മെഡീവൽ ഇന്ത്യയിൽ ധാരാളം നടന്നിട്ടുണ്ട്.
ധാരാളം. ഇപ്പോൾ നിങ്ങൾ പിന്നെ ഡൽഹിയിലുണ്ടായിരുന്നല്ലോ കുത്തബ് മിനാറിൻ്റെ സൈഡിൽ കുവ്വത്തുൽ ഇസ്ലാം മസ്ജിദ് പോയാൽ ഇപ്പോഴും 20, 40, 50 ഒന്നും അല്ലല്ലോ തകർക്കപ്പെടും. അതുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പ്രൂഫ് എപ്പോഴും ഇപ്പൊ നമ്മുടെ സോമനാഥ ക്ഷേത്രം തകർത്തത് ഇതിനും ഒരുപാട് നൂറ്റാണ്ടുകൾ മുന്നെയാണ്. പക്ഷെ അതിനൊക്കെ കൃത്യമായ റെക്കോർഡുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അമ്പലം ഇതിൽ കുറച്ച് പേജുകൾ, ഇപ്പം ബാബർനാമയുടെ കുറച്ച് പേജുകളും ഈ പീരീഡിൽ മിസ്സിംഗ് ആണ്. പക്ഷേ അതേ അവസരത്തിൽ പിന്നെ അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, മീർ ബാക്കിയാണിത് പിന്നെ ഈ പള്ളി പണിതത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല, തകർത്ത് എന്നുള്ളത് പൊതുവെ ആൾക്കാർ ആരും പറയില്ല. പക്ഷേ ഇവിടെ കുത്തബ് മിനാറിലെ പിന്നെ കുവ്വത്തുൽ ഇസ്ലാമിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് പേജുകൾ മിസ്സിംഗ് ആണ് ആ പീരീഡിലെ. ഒരു 3 മാസത്തെ പിന്നെ പേജുകൾ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. പക്ഷേ ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിന് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. പക്ഷേ ആ മുസ്ലിങ്ങൾ, ഞാൻ പറയാറുള്ളത്, നമ്മൾ പിന്നെ ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ മുസ്ലിങ്ങൾ കൂടി ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയും. ഞാനൊരു പിന്നെ 7 വർഷം ഇവിടെ ആയിരുന്നു, ഗോവയിലായിരുന്നു. അപ്പോൾ ഗോവയിലെ ക്രിസ്ത്യൻ പള്ളികളെ ഉള്ളിലാണ് എൻ്റെ താമസം. ബോം ജീസസ് കത്തീഡ്രൽ, പിന്നെ സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് കുറേ 7-10 പിന്നെ ഇതുണ്ട്. ഇവരെക്കാണെങ്കിൽ മുസ്ലിങ്ങളെക്കാണെങ്കിൽ കൂടുതൽ അക്രമങ്ങൾ ചെയ്തിട്ടുള്ളത്, പിന്നെ വയലൻസ് ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസുകാരായിരുന്നു. അതായത് അവർ ശരിക്കും അഫ്ഗാനികളായിരുന്നു. പക്ഷേ ഇന്ന് വന്ന് നടന്നിരുന്ന ആ മെഡീവൽ വയലൻസിനെ ഒന്നും പിന്നെ ഇവർ ജസ്റ്റിഫൈ ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിനെ കണ്ടം ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് പീരീഡ് എടുക്കുക, ബ്രിട്ടീഷ് പീരീഡിലും ഇതേപോലെ കുറേ വയലൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ബ്രിട്ടീഷുകാരൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇവിടെ നടക്കുന്നത് അങ്ങനല്ല. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകളും മെനക്കെടുന്നുണ്ട്. അതാണ് പിന്നെ പൊതുവെ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തമ്മിലുള്ള പിന്നെ വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിങ്ങൾ ഇതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് നന്നായിട്ട് പറയാം, ഇത് കുറേ അഫ്ഗാനികളായിരുന്നു. ഇസ്ലാം വന്നത് 2 പിന്നെ റൂട്ടിലൂടെയാണ്. നമ്മൾ കേരളത്തിൽ വന്നത് ഒന്ന് കച്ചവടത്തിലൂടെയാണ്. അപ്പം അതിൻ്റെ സ്വഭാവം ഒന്ന് വേറെയായിരുന്നു. പക്ഷെ അത് അഫ്ഗാനികളായിട്ടില്ല, അറബികൾ കുറേ കൂടി സാംസ്കാരികം മറ്റു ഔന്നത്യമുള്ള ആൾക്കാരെ. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിൽ കൂടി വന്ന അവസരത്തിൽ അതൊരു വയലൻറ്റ് ഫോം ഓഫ് ഇസ്ലാമായിരുന്നു വന്നിരുന്നത്. ഇന്നും അവരെ ടീം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ജനങ്ങളുടെ സ്വഭാവമാണ് പിന്നീട് ഇസ്ലാമിലും വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും ന്യായീകരിക്കാൻ മുസ്ലിങ്ങൾ പോകാൻ പാടില്ല. ഇതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആർമി ഉണ്ടല്ലോ, ഇപ്പം പിന്നെ യൂട്യൂബ് ആർമി, ബാക്കിയുള്ള ആർമികൾ, മുസ്ലിങ്ങൾ കുറച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു കുറേ ആൾക്കാർ. ഞാൻ അന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്തത് ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും പിന്നീട് ഇപ്പം കേരളത്തിൽ നടക്കുന്നതിൽ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ ചിന്താഗതിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്നൊക്കെ എത്രയോ തെറി പറഞ്ഞുകൊണ്ട് വല്ലാതെ തെറി പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. ചിലതൊക്കെ എൻ്റെ അടുത്ത് വരും, ചിലത് വരില്ല. അപ്പോൾ അതിനൊരു ആർമി തന്നെ ഇവർ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കുറേ കൂടി ചിന്തിക്കേണ്ടിയിരുന്നത് വളരെ അപകടകരമായ രൂപത്തിലാണ് ഇന്ന് പോകുന്നത്. രാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദു ഇമോഷനായിട്ട് പാൻ ഇന്ത്യൻ ഫീലിംഗ് ഉണ്ടായിരുന്നു ഏതെങ്കിലും കാലത്ത്. അയോധ്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ചില മേഖലകളല്ലാതെ ഇങ്ങനെ രാമൻ്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടാവുക, അതൊരു തീർത്ഥ പഠന കേന്ദ്രമാവുക എന്നുള്ളത് എപ്പോഴെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പൊളിറ്റിക്കലി ആണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇതിൽ തകരാറുകൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഇതിൻ്റെ റിയാക്ഷൻസ് തുടങ്ങിയതിന് ശേഷം അവർ വല്ലാതെ ക്ലെയിം വരുന്നുണ്ട്. നമ്മളെ പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പഠിപ്പുള്ള ആൾക്കാർ. പിന്നെ സർജറി നമുക്കറിയാമായിരുന്നു, അത്
ഇപ്പോൾ സൗദി അറേബ്യയിലെ കിങ്ങൊന്നും പിന്നെ ഇസ്ലാമിലെ പിന്നെ ഈ മൈത്തോളജി ഒരു സയൻസ് കോൺഫറൻസ് പോയി പറയില്ല. പക്ഷെ മോദിജി ആണെങ്കിൽ അവിടെ സയൻസ് കോൺഫറൻസ് പോയിട്ട് നമുക്കെന്ത് സർജറി അറിയാമെന്ന് പറഞ്ഞു കളഞ്ഞു. അതേപോലെ തന്നെ പിന്നെ അന്ന് നമുക്ക് ഇൻ്റർനെറ്റ് അന്നുണ്ടായിരുന്നു എന്നില്ല. ഇങ്ങനെയുള്ള കുറേ ഒരു പിന്നെ ഹിന്ദുയിസം പിടിവിട്ടു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നുന്ന രൂപത്തിൽ ഞാൻ പല ആൾക്കാരോടും എൻ്റെ പല ഇതിലും പോഡ്കാസ്റ്റിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു രൺവീർ അലഹാബാദി എന്ന് പറഞ്ഞ ഒരു 32 ലക്ഷം ആൾക്കാർ ഒരു 6 മാസത്തിന് ശേഷം ഉള്ളിൽ കണ്ടു. ഇന്ത്യയിലാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ കാര്യം കണ്ട് പിടിവിട്ട് പോകുന്നുണ്ട്. അത് എൻ്റെ പേരൊക്കെ മിസ്യൂസ് ചെയ്യാറുണ്ട്. അത് പിന്നെ ഇതിൻ്റെ ഒരു ശിവൻ്റെ പിന്നെ പ്രതിമ കിട്ടി, അത് 28,000 വർഷം മുമ്പ് ആണ് എന്ന് ഞാൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കളവ്. ഇപ്പം ഇങ്ങനെയുള്ള കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ധാരാളം ഹിന്ദുക്കളുടെ ഇടയിലും വരുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു വളരെ വിശാലമനസ്കരായ ഹിന്ദു ഇപ്പോൾ എവിടെയുള്ളത്? അല്ല, ഇപ്പോഴും ഉണ്ട്. ശരിയാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ മതങ്ങളെയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഹിന്ദു ഫാർ ബെറ്ററാണ്. ഒരു വികാരത്തിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെ പുറത്ത് വന്നേക്കും, പക്ഷെ പിന്നീട് അവൻ തണുത്ത് തിരിച്ചെത്തും. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ സെമിറ്റിക് റിലിജൻസ് അങ്ങനെയല്ല. സെമിറ്റിക് റിലിജൻസ് അതിൻ്റെ ഒറിജിനൽ ഇത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അവർ തയ്യാറല്ലല്ലോ. ഈ വിശാല ഹിന്ദു ഉള്ളപ്പോഴാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്മ്യൂണൽ ആക്ട് നടക്കുന്നത് 92-ല്. എങ്ങനെ ഈ വിശാല ഹിന്ദു, താങ്കൾ ഈ പറഞ്ഞ വിശാല ഹിന്ദു ഉള്ളപ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ കമ്മ്യൂണലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു സിനാറിയോയിലേക്ക് പോകുന്ന ഒരു ഡെമോളിഷൻ നടക്കുന്നത്. ശരിയാണ്. So again my question is coming back to Gyan Vapi. The moment you say that Gyan Vapi should be handed over to Muslims, നേരത്തെ മനോജ് ചോദിച്ചതുപോലെ would you be giving an indication അതായത് അടുത്തൊരു ബാബറി മസ്ജിദിലേക്ക് നയിക്കുകയല്ലേ? അല്ല, അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ആദ്യം അറിയാം ഈ 3 സ്ഥലത്തിൽ കുറഞ്ഞതിലൊന്നും നിൽക്കില്ല എന്നുള്ളത്. നമുക്ക് ഹിന്ദു വികാരങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഈ 3-ൽ കുറഞ്ഞതിലും എവിടെയും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയും പ്രൊവോക്ക് ചെയ്യാതെ ആ പോയിന്റിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 3 കൊണ്ട് നിൽക്കുമോ? എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഹിന്ദു മതത്തിന് അധികമൊന്നും പ്രകോപിക്കാൻ പറ്റില്ല. ഒരു പ്രകോപനം കഴിഞ്ഞു, അത് വളരെ റീസണബിളായിരുന്നു. 2, 3 അതോടുകൂടി ഹിന്ദു കമ്മ്യൂണിറ്റി നിൽക്കും. അവരധികമൊന്നും അങ്ങനെ പിന്നെ പോകില്ല. ഈ രാമായണത്തിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അതൊക്കെ ശരി. പലരും പറയുന്നത് ഇവിടെയാണ് സീത ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു സാങ്ക്ടിറ്റി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? അല്ല, നമ്മൾ അതൊന്നുമല്ല. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അതൊന്നുമല്ല. ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രോഫറ്റ് മുഹമ്മദ് ആകാശത്തിലേക്ക് 4ാം ആകാശത്തേക്ക് പോയി എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. സ്ഥലത്ത് ക്ലെയിം വരുമ്പോഴാണ് പ്രശ്നം. നിലനിൽക്കുന്ന ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു ബിലീഫിന്റെ പേരിൽ മാത്രം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിലീഫ് ഇസ് ഓക്കെ, പേഴ്സണൽ ബിലീഫ്. നമ്മൾ ഒരു വേറൊരാളുടെ ബിലീഫിനെ കൂടി ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് കൂടി വരുമ്പോഴെങ്ങനെയാണ്? ഇപ്പം എല്ലാ സ്ഥലങ്ങളും രാമന്റെ പേരിൽ ഉണ്ടല്ലോ. ഇപ്പം വയനാട്ടിൽ അല്ല, അതെ അല്ല, ഞാൻ പറയുന്നത് എല്ലാ സ്ഥലവും അല്ല. ഈ 3 സ്ഥലങ്ങൾ ഒരു എക്സാമ്പിളറി ആയിട്ട് നമുക്ക് ഒരു നല്ലൊരു തീരുമാനം എന്നുള്ളവർക്ക് എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തിണക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഈ 3 സ്ഥലങ്ങൾ ഒരു എക്സെപ്ഷൻ ഇതായിട്ട് നമുക്ക് എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അല്ല, അതല്ല, ഈ മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, ബൈത്തുൽ മുഖദ്ദസ്, ഇത് 3 പകരമാണ് ഈ 3. ആര്? ഹിന്ദു മുസ്ലിങ്ങൾക്ക് 3 ഉണ്ട്, ഹിന്ദുക്കൾക്ക് 3 വേണമെന്നാണോ? അല്ലല്ല, ഈ 3 എന്ന് പറഞ്ഞാൽ ഒന്ന് ശിവനായിട്ട് ബന്ധപ്പെട്ടാണ്, ഒന്ന് കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടാണ്, ഒന്ന് രാമനുമായിട്ട് ബന്ധമുള്ളതാണ്. അത് ഹിന്ദു മതത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചതാണ്. ഈ 3 അതുകൊണ്ടാണ്. എനിക്കൊന്ന് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന താങ്കളുടെ അതർ സൈഡ്, റിയൽ സൈഡ്, അതങ്ങനെ അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലായ്പ്പോഴും പബ്ലിക് സ്പിയറിൽ കാണുന്നത് ഒരു ആന്റി മുസ്ലിം ഫേസ് ഉള്ള മുസ്ലിമായിട്ടാണത്. ഒന്നത് പിന്നെ വേറെ കുറേ വാദങ്ങളുണ്ടല്ലോ. പിന്നെ താജ്മഹൽ വാസ് പിന്നെ ഹിന്ദു പാലസ് എന്നല്ലേ. അതിന് പിന്നെ എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ചാപ്റ്റർ താജ്മഹലിനെയും പിന്നെ ഇതും പിന്നെ കുത്തബ് മിനാറിനെയും കാണിച്ചുകൊണ്ട് ഇതൊന്നും ഹിന്ദു സ്ട്രക്ചേഴ്സ് അല്ല,
ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ അതിൻ്റെ കീഴുള്ള പിന്നെ മുറികൾ അതൊക്കെ ഞാൻ പോയിട്ട് തുറന്ന് കണ്ടതും അത് ഇൻസ്പെക്റ്റ് ചെയ്തതുമാണ്. അതിൻ്റെ പുറമെ ഇത് 11ാം സെഞ്ചുറിയിലുള്ള ക്ഷേത്രങ്ങളാണ് എന്നുള്ളതിന് യാതൊരു തെളിവുകളുമില്ല. പക്ഷേ ഇത് മുഴുവനും 16ാം സെഞ്ചുറി, അത് ഷാജഹാൻ്റെ കാലത്തല്ലാതെ അക്ബറിൻ്റെ കാലത്തേക്ക് വരെ നമുക്ക് പിറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഓരോ പിന്നെ അതിൻ്റെ ആർച്ചുകളും അതിൻ്റെ ഡോമുകളും അതിൻ്റെ മിനററ്റുകളും എന്ന് പറഞ്ഞിട്ട് എണ്ണിയിട്ട് ഇവർക്ക് മറുപടി നൽകുന്നുണ്ട്. അതും ഇതേപോലെ ആൾക്കാർ മനസ്സിലാക്കാറില്ല. ഞാൻ എന്നെ ഒരു മുസ്ലിം വിരോധിയായിട്ടുള്ള ഹിന്ദു പക്ഷക്കാരനായിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. Modi was not interested in reviving temples, but he is showing active interest in Ayodhya temple. That means he has some ulterior motive. He is not actually worried about Hindu temples. Very clear, because he is not at all worried about the ransacked temples or the destroyed temples, but he is actually showing keen interest in Ayodhya temple. That means it's a political project. പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണെന്നുള്ളത് അവർ സമ്മതിക്കുന്നത് തന്നെയാണല്ലോ, നമ്മൾ മാത്രമല്ല. അവർക്ക് അത് വലിയൊരു ഹിന്ദുവിന്റെ ആരാധന സംരക്ഷിക്കുക അങ്ങനെയല്ല. അതൊരു അങ്ങനെയുള്ള സാറ് പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ 60 ക്ഷേത്രങ്ങള് പുനരുദ്ധരിക്കാൻ അവരെന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നത്? അവര് അയോധ്യയിലെ കാണിക്കണമെങ്കിൽ അത് അവരുടെ പൊളിറ്റിക്കൽ ശരിയാ. So can we say that Modi's interest in Ayodhya is not religious but political? അല്ല, അങ്ങനെ ഞാൻ പറയില്ല. ഇത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സാണ്. റിലീജിയസ് ആയിരുന്നെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബാക്കി അമ്പലങ്ങളുടെ കാര്യത്തിൽ അത് വരണമായിരുന്നു. ഉണ്ടാവുന്നത് അല്ല, നമുക്ക് റിലീജിയസ് ആവണമെന്നില്ല, നമുക്ക് സാംസ്കാരികമായിട്ടുള്ള പിന്നെ എത്രയോ രൂപത്തിലെടുത്താൽ മതി. നമ്മൾ എന്തിനാണ് അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാവാതെ ഒരിക്കലും പിന്നെ നിൽക്കില്ലല്ലോ. അവർ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് അവർക്ക്. എന്നാലേ അവർക്ക് അതെ തീർച്ചയായിട്ടും അതെ. സാർ, 2 മുസ്ലിം പള്ളികളിൽ ഹിന്ദുസിനുള്ള ക്ലെയിം തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത സാറാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇത് എങ്ങനെ 2 മുസ്ലിം പള്ളികൾ പഴയ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞാണെന്നുള്ള ക്ലെയിം തെറ്റാണെന്ന് സാർ തെളിയിച്ച് അങ്ങനെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ഇത് ചെയ്തിരുന്നു. ഇപ്പം പിന്നെ താജ്മഹലിൻ്റെ വേറെ ഒന്ന് പിന്നെ ഷേർഷാ സൂരിയുടെ മക്ബറയിൽ ഇവർ പിന്നെ എക്സ്ട്രീം ഹിന്ദു ഗ്രൂപ്പ്സ് എൻക്രോച്ച് ചെയ്തിട്ട് ഞാൻ എത്തുന്നതിന് മുമ്പേ പിന്നെ അമ്പലം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന പീരീഡിൽ ഇവർ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ അത് ഞാൻ പിന്നെ തടുത്ത് നിർത്തി. പിന്നെ അതേപോലെ തന്നെ പിന്നെ താജ്മഹലിൻ്റെ പിറകിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, പിറകിലല്ല വശത്തിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത്. അത് പഴയ ക്ഷേത്രം ഓൾ റൈറ്റ്, പക്ഷേ ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയ അവസരത്തിൽ പിന്നെ ഞാൻ അത് പൊളിച്ചു മാറ്റി. അത് പിന്നെ കലക്ടറോടൊക്കെ എഴുതി, കലക്ടറുടെ തന്നെ പിന്നെ JCB അയച്ചു. അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പോയിട്ടുണ്ട് അത് പൊളിച്ചു മാറ്റി. എൻ്റെ കോലം കത്തിച്ചു അവർ, വേറെയുള്ള ഒന്നും നടന്നിട്ടില്ല. പക്ഷെ അതൊക്കെ ഞങ്ങളെ ഒഫീഷ്യൽ വർക്കിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ CPM കളിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ. അതെ, അത് മറ്റേ ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ? ആണ്. അതെ, കേരളത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾ ഇതുമായിട്ട് താരതമ്യം സമയം പാടില്ല, കോംപ്രമൈസ് പാടില്ല എന്ന് നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ മുസ്ലിങ്ങൾ കൂടുതൽ അതെ ഇതിൽ വാദിക്കുന്നത് ഒന്ന് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഉണ്ട്. അത് ഈ മറ്റേതിന്റെ ഇർഫാൻ ഹബീബിന്റെ തുടർച്ചയായിട്ടാണ് കാണുന്നത്. ഇർഫാൻ ഹബീബ് അതിലൊരു പ്രോമിനൻറ്റ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിലല്ല കാണാറുള്ളത്. അദ്ദേഹത്തെ ഒരു ടോപ്പ് ഇൻ്റലക്ച്വലായിട്ടാണ് ആളുകൾ കേരളത്തിലൊക്കെ കാണുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയ ടോപ്പ് ഇൻ്റലക്ച്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് ആ രൂപമുണ്ട്. അല്ലാതെ പിന്നെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ പിന്നെ ഇതാണ് നല്ല മാർഗം. എനിക്ക് ലീഗിൻ്റെ സ്റ്റാൻഡ് കുറേ കൂടിയും ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലീഗ് കഴിഞ്ഞ പ്രാവശ്യവും ഇത് പള്ളി പൊളിച്ച അവസരത്തിലും ഒരു വലിയ പ്രകോപനത്തിന് പോവാതെ മുസ്ലിം
ആളുകളെ അവർ തടുത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അവർക്ക് മുസ്ലിംസിൻ്റെ ഇൻട്രസ്റ്റും കൂടി നോക്കണം. അത് നോക്കിയിട്ട് ഇത്ര ബാലൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പൊസിഷൻ എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ബഹുമാനം അർഹിക്കുന്നൊരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊക്കെ വളരെ പ്രാക്ടിക്കലാണ് അവർ. കോൺഗ്രസിന്റെ തീരുമാനത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? പോകണ്ട എന്നുള്ളതാണല്ലോ തീരുമാനം. കോൺഗ്രസ് കുറേ കൂടിയും പിന്നെ ഈ കാര്യത്തിലൊക്കെ പിന്നെ ശരിക്കും കുറേ കൂടി മുന്നോട്ട് വരേണ്ടിയിരുന്നു. കാരണം ആദ്യം ഏറ്റവും രാജീവ് ഗാന്ധിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ വികാരം മനസ്സിലാക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് സാധിക്കേണ്ടിയിരുന്നു. പക്ഷെ കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്ന കൂട്ടത്തിൽ പല ആളുകളും ആ രൂപത്തിലല്ല ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദു സൈക്കി കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത്. ശരിയാ, തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നുള്ള പേടിയുണ്ട്. കാരണം കോൺഗ്രസ് പോയാൽ പിന്നെ ആരാ ഉള്ളത്? ഇവർ വേണ്ടത് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാൻ പിന്നെ തുനിഞ്ഞിറങ്ങുന്നൊരു ഗ്രൂപ്പായിട്ടാണ് ഇന്ന് BJP മാറിക്കഴിഞ്ഞത്. ഇപ്പം EDയും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന രൂപം കാണുന്ന തരത്തിന് വിഷമം തോന്നും. സാറിന് പലരും BJP-കാരനാണെന്ന് പറയാറുണ്ട്. തോന്നാറുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കോൺഗ്രസ് ഒന്നുമില്ല. ഞാൻ അവരെ മീറ്റിങ്ങിലും പോകാറില്ല. എനിക്ക് പിന്നെ പലപ്പോഴും അവർ വിളിക്കും, പക്ഷെ അതിൽ പോകാറില്ല. അയ്യോ അത് ഉപരാഷ്ട്രപതി അവരെത്രയോ ആളുകളാക്കും. നമുക്ക് അങ്ങനത്തെ ഇതില്ല. ഞാൻ കൂടുതൽ കോൺഗ്രസ്സുകാരനായേക്കാം എന്നുള്ള കാരണം കോൺഗ്രസ് മനോഭാവം ലിബറൽ മനോഭാവമുള്ളത് കൊണ്ടാണ്. അതിലല്ലാതെ പിന്നെ കോൺഗ്രസ്സുകാരനാവുക എന്നത് പാർട്ടി കോൺഗ്രസ് അല്ല, അല്ലാതെ. ഇപ്പോൾ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഞാനെന്ന ഭാരതീയൻ പുസ്തകം കുറേയേറെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയല്ലോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ASI ഒരു ഡെഡ് സ്റ്റേറ്റിലാണ് എന്ന് താങ്കൾ പറഞ്ഞു 2014 ശേഷം. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ വന്നതിന് ശേഷം എക്സ്കവേഷൻ നടക്കുന്നില്ല എന്നാണ്, എന്താണ്? അത് മാത്രം സാറ് ഇംഗ്ലീഷ് വെർഷൻ വായിച്ചില്ലല്ലോ? ഇല്ലല്ലേ? അതിലാണ് ഞാൻ പിന്നെ മോദിയെ പേരെടുത്തുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് വിശദീകരണം ചോദിക്കുമെന്ന് യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതിലാണ് എൻ്റെ ഇതാക്കുന്നുള്ളത്. ഞാനത് അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ബിക്കം എ ഡെഡ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഡാർക്ക് ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ 10 years ഓഫ് BJP ആണ് ഡാർക്ക് ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ കാരണം ഞാൻ പിന്നെ ഈ ചമ്പൽ കാടുകളിൽ അവിടെ ചമ്പൽ കൊള്ളക്കാരോട് കൂടെ നിന്നുകൊണ്ട് നിർഭയ് സിംഗ് ഗുജ്ജർ എന്ന് പറഞ്ഞ ദന്തേവാഡയിൽ അത് നക്സൽ ഗ്രൂപ്പ്സാണ്. അപ്പം അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇത് കൊള്ളക്കാർ അല്ലേ, ചമ്പൽ കൊള്ളക്കാർ, ചമ്പല്ലേ നിർഭയ് സിംഗ് ഗുജ്ജർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൂടെ നിന്നുകൊണ്ട് ഒരു 80 ക്ഷേത്രങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുള്ള, റിപ്പയർ വർക്കല്ല, തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു ഭൂമി ഉലകത്തിൽ തകർന്ന് 80 ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു. ഇവരെ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് ക്ഷേത്രങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം ഇവർ ക്ഷേത്രങ്ങളെ പിന്നെ പുനരുദ്ധാരണത്തിന് മുമ്പിലുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ ഒരു ക്ഷേത്രം വരെ ഇന്നേ വരെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരു ക്ഷേത്രം അണ്ടർ മോഡി. അപ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വർക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അത് ഇൻഫോസിൽ സുധാനാരായണ മൂർത്തി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് അവർ ഇത് പറഞ്ഞു, പിന്നെ ഞാൻ ഐ വുഡ് ലൈക്ക് ടു സീ ദ മോണ്യുമെൻ്റ് അലോങ് വിത്ത് യു എന്ന് പറഞ്ഞു. ഞങ്ങൾ 4 ദിവസം ഞാൻ അവരുടെ കൂടെ ഉണ്ടായത് കാണിച്ചു കൊടുത്തു. ആൻഡ് ഷി വാസ് ഹൈലി ഇംപ്രസ്ഡ് ബൈ ദ കൈൻഡ് ഓഫ് വർക്ക് വി ആർ ഡൂയിങ്. അങ്ങനെ അവരൊരു 4 കോടി രൂപ തന്നു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ മോദി പിന്നെ പീരീഡിൽ ഒന്നും നടന്നിട്ടില്ല. അത് ഞാൻ പിന്നെ പത്രത്തിൽ കൊടുത്തു, പുസ്തകത്തിലുണ്ട് കേട്ടോ, പത്രത്തിൽ കൊടുത്തു. അത് PTI ആണോ UNI ആണോ വർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം മിനിസ്റ്ററോട് ചോദിച്ചാലും, പിന്നെ മഹേഷ് ശർമ്മ എന്ന് പറഞ്ഞ മിനിസ്റ്ററായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല അവർ. അതെ കൊറാബറേറ്റ് ശരിയാണ്. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്യുന്നു, കീഴ്പ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള അമ്പലങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ
ലൈബ്രറീസോ എല്ലാം നശിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു കീഴ്പ്പെടുത്തലിന്റെ ഭാഗമായിട്ടുള്ള ചെയ്തികളായിക്കൂടെ? അതോ അതിന് റിലീജിയസ് അണ്ടർടോൺസ് ഉണ്ടോ ഈ ചെയ്യുന്നതിലെല്ലാം? ഉണ്ട്, റിലീജിയസ് അണ്ടർടോൺസും ഉണ്ട്. അത് ഒന്ന് കീഴ്പ്പെടുത്തുന്ന ഭാഗമാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതേ അവസരത്തിൽ റിലീജിയസ് ടോൺസിലുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കീഴടക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ഇന്തോനേഷ്യ കീഴടക്കി, അതേപോലെ തന്നെ മലേഷ്യ കീഴടക്കി, അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ സെമിറ്റിക് റിലിജൻസിനുള്ളൊരു തകരാറ് ഇതാണ്. അതാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഗോവയിലൊക്കെ സംഭവിച്ചത് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ മറാത്താസ് ഒരുപാട് അമ്പലങ്ങൾ നശിപ്പിച്ച ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സോമനാഥ ക്ഷേത്രം അടക്കം ഇവിടെ ഒറീസയിലെ ടെമ്പിൾസ് നശിപ്പിച്ചിട്ടുണ്ട്. കർണാടകയിലെ റെയ്ഡിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മതത്തിന്റെ മാത്രം, മറാത്താസ് എന്ന് പറയുമ്പോൾ ഹിന്ദുസ് ആണ്. അപ്പോ അങ്ങനത്തെ തകർത്തിട്ടുണ്ട്. അവർ കൊള്ളയടിക്കും, അതായത് കാശ് കൊള്ളയടിക്കും, മറാഠാസ് കൊള്ളയടിക്കും. പക്ഷെ തകർത്തിട്ടില്ലല്ലോ ഒന്നുകൂടി. അതുപോലെ ചിലപ്പം ചില ബിംബങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിനെ കട്ട് ചെയ്യില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാണ്ഡ്യ രാജാക്കന്മാർ തിരുവനന്തപുരം അവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടുത്തെ കാന്തല്ലൂർ ശാല തീ വെച്ച് നശിപ്പിച്ചത് പാണ്ഡ്യ രാജാക്കന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഒരു ആക്രമണത്തിന്റെ ഭാഗമല്ലേ ഇത്, അതോ റിലീജിയൻ ഉണ്ടോ അതിലെന്നുള്ളതാണ് സംശയം. ഈ സെമിറ്റിക് റിലിജൻസ് വരുന്ന അവസരത്തിൽ അക്രമത്തിൻ്റെ റിലിജൻ്റെ ഭാഗം ഉണ്ടാവാറുണ്ട്. അത് അന്തർലീനമാണ്. അതിപ്പോൾ നമ്മൾ ഇന്ത്യക്ക് റിലിജൻസിനെ പോലെ അല്ല. അത് ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ള ആളുകൾ ആരും സ്വർഗത്ത് പോകില്ല എന്നുള്ളതാണ്. ഞങ്ങൾ മാത്രമേ സ്വർഗത്ത് പോകുന്നുള്ള ഒരു മനോഭാവമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. അതിപ്പം നമുക്ക് ഡിഫെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതെ, ഡിഫെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. എങ്ങനെ ഇന്ത്യ കീഴടക്കുക എന്നുള്ളത് ഹിന്ദുവിൻ്റെ ഹദീസ് ഉണ്ടല്ലോ, ഇന്ത്യ കീഴടക്കുകയാണ് ലക്ഷ്യം എന്നുള്ളത്. അതെ, പ്രവാചകന്റെ കാലത്ത് തന്നെ അത് കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ മുഹമ്മദ് ഗസ്നിയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞത്. അത് റിലീജിയസ് ആയിട്ട് തന്നെയായിരുന്നു അവർ കണ്ടിരുന്നത്. വെറും പ്ലണ്ടറിങ് ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഉണ്ട്, ആർഗ്യുമെൻ്റ് ഉണ്ട്. രണ്ടും ഒന്നായിട്ട് നടക്കും. ആദ്യം റിലീജിയസ് ആയിട്ട് തന്നെയാണ് ആദ്യം ഏറ്റവും നമ്പർ 1 ഘടകം. മറ്റേത് പ്ലണ്ടറിങ് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ബിബിലാൽ സർ ലാസ്റ്റിൽ RSSന്റെ സ്വാധീനത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ്? അല്ല, അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ ഒരേ അതിപ്പോൾ എന്നെപ്പറ്റി ആൾക്കാർ മനസ്സിലാക്കുന്ന മാതിരിയാണ് സ്വാധീനത്തിൽ വന്നു എന്ന് പറയുന്നത്. ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചില ആൾക്കാർക്കത് ദഹിച്ചെന്ന് വരില്ല. അല്ല, ഈ 77 ഈ ആർക്കിയോളജി ജേണലിൽ എഴുതിയത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഒന്നും ഇല്ല എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു, 90s തോന്നുന്നു പറഞ്ഞത്. ഇത് അവിടെ ടെമ്പിളിന്റെ റിമൈൻസ് ഉണ്ടായിരുന്നു. എന്താണ് ഈ ഇത്രയും വർഷം? അല്ല, അത് ആദ്യം എഴുതുന്നുണ്ടല്ലോ, അത് വെറും അക്കാഡമിക്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാണ്ട് പൊതുജനങ്ങൾക്ക് ഉള്ളതായിട്ടല്ല ആദ്യം വരുന്നത്. അപ്പം അത് വെറും മാറ്റർ ഓഫ് ഫാക്റ്റ് മാത്രമായിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കാണുന്നതാണല്ലോ ഓരോ കാര്യങ്ങളും. എനിക്കൊന്നും ക്രിറ്റിക്സിന്റെ ഒരു പ്രധാന ആർഗ്യുമെന്റ് അതായിരുന്നു. ASIയുടെ ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. 90s ആദ്യം ബിബിലാൽ പറയുന്നു, ദെൻ സർ പറയുന്നു എക്സ്പ്രസിലെ ആർട്ടിക്കിളിൽ. ഫേസ് സം ഡിസിപ്ലിനറി ആക്ഷൻ ഓൾസോ അല്ലേ? ത്രിപാഠി, RC ത്രിപാഠി സാറിനെ സസ്പെൻഡ് ചെയ്യാൻ അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സമയത്ത് പറയുന്നത് ഒഴിച്ചാൽ ഈ 1976-ലും 77-ലും നടന്ന എക്സ്കവേഷനെ കുറിച്ച് ഒഫീഷ്യലി ASI ഒരു റിപ്പോർട്ടിലും പറയുന്നില്ല എന്നതായിരുന്നു ക്രിറ്റിക്സിന്റെ ഒരു ആർഗ്യുമെന്റ്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് കാരണം ഇത് ഈ ഫൈൻഡിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും ചിലത് അത് ജനങ്ങളെ മധ്യത്തിൽ കൊണ്ടുവന്നാൽ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. എങ്ങനെ ഒരു പ്രകോപിപ്പിക്കും എന്നുള്ള. കാരണം ഇന്ദിരാഗാന്ധി ഏറ്റവും അടുപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിൻ്റെ നൂറുൽ ഹസനാണ് അന്ന് മിനിസ്റ്റർ കൾച്ചർ. അദ്ദേഹവുമായിട്ടും വളരെ ക്ലോസ് ആയിട്ടുണ്ട് ഇവർ. ക്ലാസ്മേറ്റ്സ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം അലഹാബാദിലായിരിക്കണം. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചില അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ
ആ രൂപത്തിൽ കണ്ടെങ്കിലും പിന്നെ ഹൈലൈറ്റ് ചെയ്യാതെ പോയി എന്നുള്ളൊരിതുണ്ട്. കാരണം ഈ ഹിന്ദുമതം സെമിറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ടോന്നാണ് അവരെ എങ്ങനെ കാണുന്നു? ഉണ്ട്. നമ്മളും ചെയ്യണം. അതെ അല്ല, അത് ശരിയാണ്. അത് താങ്കൾ പറഞ്ഞറിയാം, സെമിറ്റിക് റിലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഹിന്ദുയിസത്തിലേക്കും വരുന്നുണ്ട്. പക്ഷെ അതൊരു ടെമ്പററി സ്റ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതധികം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നേരം ഇതാവും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ സിമിൻ്റെ ആൾക്കാരോട് ഞാൻ 2 മീറ്റിങ്ങിലേക്ക് അവരെന്നെ വിളിച്ചിരുന്നു. അല്ല, സിമി ഇല്ലേ? അല്ല പണ്ടിൻ്റെ സിമി ഇസ്ലാമിക് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് തന്നെയല്ലേ. അപ്പോൾ അവരെന്നെ പിന്നെ വിളിച്ചു. ഒന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു, ഒമാനിൽ വെച്ചിട്ടായിരുന്നു. ഞാനൊരു ഇൻ്റർനാഷണൽ ആർക്കിയോളജിക്കൽ പിന്നെ എക്സ്കവേഷന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഈ ചോദ്യം ചോദിച്ചു, പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കൊരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം തന്നു, അതിൻ്റെ ശേഷവും ഇന്ന് ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമായിട്ട് നിൽക്കുന്നത് ഹിന്ദു മെജോറിറ്റി ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഈ അയോധ്യ ഇഷ്യൂ ഒക്കെ ഞാൻ വളരെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിന് ശേഷം അവരെ പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്നെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലേ ഈ രൂപത്തിൽ സയ്യിദ് ഷഹാബുദ്ദീൻ ആയിരുന്നു അന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ആൾ. അതെ അദ്ദേഹത്തോട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അറിയില്ല, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തതെന്ന്. പക്ഷേ ഒരു 6 മാസത്തിനുള്ളൊരു ഇൻസിഡൻറ്റ് വന്നു. അദ്ദേഹം എന്നെ പ്രകീർത്തിച്ചു കൊണ്ടൊരു കത്ത് എഴുതി. അന്ന് ആനന്ദ് കുമാർ എന്ന് പറഞ്ഞ മിനിസ്റ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ കത്ത് എൻ്റെ അടുത്ത് വന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനൊരു മറുപടി ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, സർ ഞാനിതിൽ പങ്കെടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ ഏതെങ്കിലും പിന്നെ ക്ഷേത്രത്തിൻ്റെ ധാരാളം ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും രൂപത്തിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഇത് പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെ നന്നായിരുന്നു. അല്ല, എനിക്ക് മറുപടി എഴുതിയതിൽ പറഞ്ഞു ഞാൻ ഈ പ്രശ്നം ഒരു മുഷാവറ കമ്മിറ്റിൻ്റെ അതിന് മുമ്പിൽ വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസത്തിന് ശേഷം പിന്നെ വന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ചു. പക്ഷേ അവരാരും തന്നെ സ്വീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി എഴുതുകയും ചെയ്തു. അപ്പോൾ ഇത് മുസ്ലിങ്ങളൊക്കെ പല ആൾക്കാരും നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരൊക്കെ ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പിന്നെ ഹിന്ദുമതം ഉള്ളത് കൊണ്ടാണ് എന്നൊരു ജനാധിപത്യ അതും സെക്യുലർ കൺട്രി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരിക്കലും തന്നെ സെക്യുലർ കൺട്രി ആവില്ല എന്നുള്ളത് എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്നതാണ്. ഈ സിമി ആൾക്കാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അല്ല, അവരെന്നോട് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അയോധ്യ ഇഷ്യൂവിനെ കുറിച്ച്, അത് ഞാൻ പോകുന്നത് 2000 പോകുന്നത്. അന്നിങ്ങനെ പുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആ അവസരത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവരെന്നെ പിന്നെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ കുന്നമംഗലത്ത് കുറേ സിമിൻ്റെ ഗ്രൂപ്പുണ്ട്. എൻ്റെ പല ആൾക്കാരും റിലേഷനാണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ കൊടുവള്ളിയിൽ നിന്നാണ്. ഈ SDPIൻ്റെ എല്ലാ ആൾക്കാരും എൻ്റെ വളരെ അടുത്ത ആൾക്കാരാണ്. അതെ, ഈ അബു എൻ്റെ ഒരു കൊല്ലം സീനിയറാണ്. കോയ എപ്പോഴും കൊടുവള്ളിയിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം. അതുപോലെ എനിക്ക് പിന്നെ നല്ലതുമാണ് പലപ്പോഴും എൻ്റെ മൂവ്മെൻറ്റൊക്കെ അവർക്ക് അറിയുകയും ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് കൈവെട്ടുക കാല് വെട്ടുക എന്നുള്ളതൊന്നും പറയാനും പറ്റില്ല, എന്തും സംഭവിക്കുക. ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആണ്. വിധി വന്നതിന് ശേഷം സാർ പിന്നെ കുറച്ച് നാൾ മാറി നിൽക്കുക, അങ്ങനെ ഏത് അയോധ്യ വിധി വന്നതിന് ശേഷം ത്രെറ്റ് ഉണ്ടായിട്ടുണ്ടോ? ധാരാളം. ഞാൻ 3 വർഷം വരെ ഞാൻ പോലീസ് സെക്യൂരിറ്റിയിലായിരുന്നു. ഇപ്പോഴും ഞാൻ പുറത്തൊക്കെ ഇറങ്ങാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ വരികയുള്ളൂ. അല്ല, അവരൊക്കെ അതൊക്കെ എല്ലാ ആൾക്കാരും അംഗീകരിച്ചു. ഞാൻ പിന്നെ മറ്റേ ഇയാളില്ലായിരുന്നു, നമ്മളെ മരിച്ചൊരു പിന്നെ ഇതിൻ്റെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ്, അദ്ദേഹമൊക്കെ ഇത് വിട്ടുകൊടുക്കുന്നുള്ള അഭിപ്രായമുള്ള ആളായിരുന്നു. അത് അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അയാൾ ബന്ധമുണ്ടായിരുന്നു, പക്ഷെ അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ അങ്ങനെ അഭിപ്രായമുള്ള ആളായിരുന്നു. അബ്ദുൽ സാഹിബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂപ്പരായിട്ട് ബന്ധമുണ്ട്, ബന്ധം നടക്കുന്ന റിലേഷനാണ്. പിന്നെ മൂപ്പർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ തുറന്നു പറയാൻ പേടിയാണ്. കാരണം ഇസ്ലാമിൽ അങ്ങനെ തുറന്നു പറഞ്ഞപ്പം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇസ്ലാമിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ചോദ്യമുണ്ട്.
ശരിക്കും ഈ ഇസ്ലാമിക നിയമപ്രകാരം നമ്മൾ പിടിച്ചെടുത്ത ഭൂമിയിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അതും സ്വീകാര്യമല്ലല്ലോ. വഖഫാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണല്ലോ. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആ ലോക്ക് തുറക്കുന്നതും അത് എത്രമാത്രം ക്രൂഷ്യലാണ് ആ ഒരു episode? അതാണ് അത് ഒന്ന് ഇവർ BJPക്കാർ RSSകാർ ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാര്യം അതാണ്. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം എടുത്തത് ഇദ്ദേഹമായിരുന്നു, രാജീവ് ഗാന്ധിയായിരുന്നു. അത് അന്നത്തെ ഒരു വലിയൊരു ഇസ്ലാമിക് സ്കോളർ ഉണ്ടായിരുന്നു, അബുൽ ഹസൻ അലി നദവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിൽ തന്നെ വലിയ ഇസ്ലാമിക് സ്കോളറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയിൽ അൺറിട്ടൺ ഡിസിഷൻ വന്നു കഴിഞ്ഞിരുന്നു. അതായത് മുസ്ലിങ്ങൾ ഇതിന് വേണ്ടി ഇത് തുറന്നു കൊടുത്താൽ അവരതൊരു ഇഷ്യൂ ആക്കിയിട്ട് രണ്ടാമത് എടുത്തു കൊണ്ടുവരില്ല. അതിന് പകരമായിട്ട് ഷാബാനോ കേസ് ഉണ്ടല്ലോ, ആ ഷാബാനോ കേസിൽ ഒരു ബില്ല് കൊണ്ടുവരും എന്നുള്ള ഒരു അൺറിട്ടൺ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയും ഇദ്ദേഹവും തമ്മിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമല്ല, ഈ ഇതിൻ്റെ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഈ വഖഫ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ സയ്യിദ് ഷഹാബുദ്ദീനെ പോലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ പിന്നീട് ഈ ഷാബാനു കേസ് വന്നതിന് ഇത് ബില്ല് കൊണ്ടുവന്നതിന് ശേഷം ഇവരൊക്കെ പിന്മാറി, അദ്ദേഹം മാത്രം ഒറ്റക്കായി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ വളരെ സൂയിസൈഡലാണ്, ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് നമ്മളെ ഇന്നത്തെ ഗവർണർ ഉണ്ടല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് ശരിക്കും എഫക്റ്റ് ചെയ്തൊന്നും അദ്ദേഹത്തെ ആയിരുന്നു. കാരണം അദ്ദേഹമാണ് ഇതിന് എതിരായിട്ട് നിന്നിരുന്നതും മിനിസ്ട്രിയിൽ നിന്ന് പുറത്തു പോയതും. അപ്പോൾ 86 അദ്ദേഹം കൊണ്ടുവന്ന ഒന്ന് നമ്മളെ താല ഓപ്പൺ ചെയ്തു, ലോക്ക് ഓപ്പൺ ചെയ്തു. അത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷനായിരുന്നു. പിന്നെ 89 ആദ്യമായിട്ട് പൂജ അനുവദിക്കുന്നതും അദ്ദേഹമാണ്, ലീഗലി. രാജീവ് ഗാന്ധിയാണ്. അത് വളരെ ക്രൂഷ്യലായിരുന്നു. പക്ഷെ അത് മറ്റൊരു ഹൈലൈറ്റ് ചെയ്യില്ല. ഈ ഷാബാനു കേസുമായുള്ള കണക്ഷനെ കുറിച്ച് എനിക്കൊന്നും അങ്ങനെ പുറത്തു വന്നിട്ടില്ല. ഇല്ല, ആൾക്കാരത് വേണ്ട രൂപത്തിൽ പുറത്തു വന്നിട്ടില്ല. അതെ 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 ഈ അയോധ്യ വിഷയവുമായിട്ട് അതെ 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 ഇല്ല ഇല്ല വന്നിട്ടില്ല. അദ്ദേഹം പിന്നെ മരിച്ചു. അതോടുകൂടി പിന്നെ അത് ഡൈ ഡൗൺ ആയിപ്പോയി. അത് ഇർഫാൻ ഹബീബാണ് ഈ ഒരു എഗ്രിമെന്റ് സ്കട്ടിൽ ചെയ്തത് എന്നുള്ളൊരു സംസാരം കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഏത് എഗ്രിമെന്റ്? ഇതിപ്പോ ഈ തുറന്നു കൊടുക്കാം, നമ്മൾ ഇത് തുറന്നു കൊടുക്കുന്നു, അപ്പോൾ അമ്പലത്തിന് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കുന്നു, പള്ളി ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ളൊരു എഗ്രിമെന്റ് രാജീവ് ഗാന്ധിയും മുസ്ലിം നേതാക്കന്മാരും തമ്മിൽ എത്തിയിരുന്നു എന്നും അത് പിന്നെ അദ്ദേഹം ആവാൻ എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. പക്ഷെ അദ്ദേഹം ആവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ സാധാരണ എനിക്ക് ഞാൻ ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല ഞാൻ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നേരം. കാരണം എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് വിരോധമുണ്ട്. പക്ഷേ അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ പേഴ്സൺ ഹൂ ക്യാൻ സ്റ്റൂപ്പ് ഡൗൺ ടു എനി ലെവൽ. കുറച്ച് അദ്ദേഹത്തിൻ്റെ അയാൾക്ക് വലിയ പോസ്റ്റുകളൊന്നും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കോക്കസ് ഉണ്ടാവും അലിഗറിലുണ്ടായിരുന്ന, അത് മുഴുവനും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏത് രൂപത്തിലും നമ്മളൊരു സ്കോളറിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഗവർണർ ഉപയോഗിക്കുന്ന ഭാഷയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷേ ചിലപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. അത് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. എന്തു ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്. എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്, ഞാൻ ഇന്ത്യനായെന്ന് പറഞ്ഞിട്ട്, മലയാളത്തിലല്ല കേട്ടോ, ട്രാൻസ്ലേഷൻ അല്ല, പക്ഷെ അതൊരു റിവൈസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ഞാൻ അയാളൊരു സുന്ദര രൂപം അതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ പ്രാകൃത രൂപത്തിൽ അദ്ദേഹം ചെയ്യുമെന്നുള്ള. നമ്മളൊരു സ്കോളർ അടുത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് അദ്ദേഹം ഉള്ളത്. എൻ്റെ ടീച്ചറാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അലിഗറിൽ, പക്ഷെ ഞാൻ പറയാറുള്ള അദ്ദേഹം എൻ്റെ പ്രസൻസും ആബ്സെൻസും രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അദ്ദേഹത്തെ ടീച്ചറായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, അവരൊക്കെ കുറേ കൂടിയും റോമില താപ്പർ, ആർ എസ് ശർമ്മ അല്ലേ. ഞാൻ വളരെ അടുത്തായിരുന്നു ആർ എസ് ശർമ്മ. ഞാൻ കുറച്ചു കാലം ബീഹാറിലുണ്ടായിരുന്നു, പട്നയിലുണ്ടായിരുന്നു. അപ്പം വളരെ അടുത്തായിരുന്നു. എൻ്റെ എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹമാണ് ഇത് പ്രിസൈഡ് ചെയ്യാൻ വരാറുണ്ടായിരുന്നു. അവരൊക്കെ കുറേ കൂടി ലിബറൽസാണ്, കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകണം എന്നുള്ളത്. ഇയാളാണ് ഈ മർക്കട മുഷ്ടി കൊണ്ട് അദ്ദേഹം പറഞ്ഞത് മാത്രം അംഗീകരിക്കണം,
അതല്ലെങ്കിൽ ഐദർ യു ആർ മൈ ഫ്രണ്ട് ഓർ യു ആർ മൈ എനിമി എന്നുള്ള ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, മറ്റവർക്കൊന്നും അതില്ല. മറ്റൊരു കുറച്ചൊരു ലിബറലാണ്. സാർ അന്ന് എഴുതിയ ഒരു ലെറ്റേഴ്സ് ടു എഡിറ്റർ ആണല്ലോ ഇതിന്റെ ഒരു എങ്ങനെ? ഈ അയോധ്യ ലെറ്റേഴ്സ് ടു ഒരു ലെറ്റർ ടു എഡിറ്റർ ആ സാർ എഴുതി അത് അതിൽ പിന്നെ സാറിന്റെ പേര് പുറത്തു വന്നു. അതെ. അപ്പം താങ്കൾ തോന്നുന്നുണ്ട് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അയോധ്യയിൽ ഇത്രയും സംഭവങ്ങൾ നടന്നു, അപ്പൊ താങ്കളാണ് അതിന്റെ ആ ഒരു ലെറ്റർ ആണോ കാരണം? ഒരു 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 ട്രിഗർ അല്ലേ? അതിട്ട് ഒരു ട്രിഗർ ചെറിയ അണ്ണാറക്കണ്ണൻ്റെ പിന്നെ സംഭാവന ഉണ്ട് അതിൽ. അല്ലാതെ ഇത് പിന്നെ ചില ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് വരാൻ പോകുന്നുണ്ടാണ്. ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇത് വരാൻ പോകുന്നൊരു ഒരു വലിയ പിന്നെ എന്താണ് പറയുക, ഒരു ഇടിമുഴക്കത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ്. അപ്പം അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ വി ഷുഡ് ബി ഏബിൾ ടു സീ ത്രൂ ദ മെയ്സ് ഓഫ് ഹിസ്റ്ററി എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. കാരണം അതൊന്ന് പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ അത് പിന്നെ ട്രിഗർ ചെയ്തൊരു തീപിടുത്തം ഉണ്ടായിട്ടില്ല. അതിന് പിന്നെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പിന്നെ കാരണമായിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും പോയിന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് താങ്കൾ എക്സ്കവേഷനുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് കേരളം ഒരു കാര്യത്തിലും അല്ല അപ്രോച്ച് ചെയ്തിട്ടില്ല. അവർ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ആദ്യം അറിയാവുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ലെഫ്റ്റ് ഗവൺമെന്റ് കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. 1-2 കമ്മിറ്റികളിൽ അവർ ഒരിക്കലും വിളിച്ചിരുന്നു. പിന്നെ അത് വളരെ മുമ്പാണ്. പിന്നെ ഏതാണ്ട് 2015-16 1-2 കമ്മിറ്റി. അല്ലാതെ തന്നെ പൊതുവെ വിളിക്കാറില്ല. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഇവർക്ക് ഇഷ്ടമല്ലാത്തത് പറയുകയാണെങ്കിൽ പിന്നീട് ഈവൻ പിന്നെ ലെക്ചേഴ്സിന് വേണ്ടി വരെ ഉണ്ടാവുമല്ലോ, ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ലെക്ചർ, അതിനു വേണ്ടി വരെ വിളിക്കില്ല. അത് പൊതുവെ അത് നമുക്ക് ഇപ്പോഴുള്ള വിവരത്തിനനുസരിച്ചിട്ട് ഏതാണ്ട് 1000 BC ആയിട്ടാണ് അറിയാവുന്നത്. അല്ല, 1000 BC. നമുക്ക് ഈ പിന്നെ ഈ കോട്ടുക്കൽ ഉള്ള കേവ് ടെമ്പിളും അത്രയും പഴക്കമുള്ളതാണ്. ഏത് കോട്ടക്കൽ? കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ അവിടെ 2 കേവ് ടെമ്പിൾസ് ഉണ്ടല്ലേ? അതെ. അത് എനിക്കുണ്ടെങ്കിൽ ഈ കേവ് ടെമ്പിൾസ് അധികവും 7th century ആണ്. ഇത് നാച്ചുറൽ കേവാണ്, മറ്റേത് മാൻമെയ്ഡ് കേവാണ്. ഈ മാൻമെയ്ഡ് കേവ്സ് അധികം ഉണ്ടാകുന്നത് പല്ലവ പീരീഡ് ഉണ്ടല്ലോ, നമ്മളെ മഹാബലിപുരത്തുള്ള ആ ടൈമിലാണ്, അക്കാലത്താണ് ഉണ്ടാകുന്നത്. അത് 7th century AD വരുന്നത്. മറ്റേത് മാൻമെയ്ഡ് ആണെങ്കിൽ അത് കുറേ കൂടി പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ എടക്കൽ എന്ന് പറയുകയാണ് നാച്ചുറലാണ്. പാറ തുറന്നിട്ടുള്ളതാണ്. ഈ നന്നങ്ങാടികളൊക്കെ ഏത് പീരീഡിലാണ് വരുന്നത്? അത് ഏതാണ്ട് പിന്നെ 2nd century AD മുതൽ അല്ലെ 1st century AD മുതലും തോന്നാം. അത് കുടക്കല്ലുകൾ, അതൊക്കെ ഇരുമ്പ് കണ്ടുപിടിച്ച യുഗം ഉണ്ടല്ലോ, മറയൂരൊക്കെ ഉള്ളത് തന്നെ. അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കല്ലുകൾ ചെത്താൻ കഴിയുക, വെട്ടിയെടുക്കാൻ പറ്റുക. അപ്പം കൃഷ്ണൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം എന്ന് പറയുകയാണെങ്കിൽ അത് ഇരുമ്പ് കണ്ടുപിടിച്ച യുഗത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ശരിക്കും മഹായുദ്ധമല്ല, അത് ഒരു 500 കിലോമീറ്ററിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. കാരണം കുരുക്ഷേത്രം മുതൽ മഥുര വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 420 കിലോമീറ്ററാണ്. ഇനി 500 കിലോമീറ്റർ വെക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങൾ മുഴുവനും. അത് കാമ്പിൽ, പിന്നെ ഹസ്തിനാപുര, ഈ സ്ഥലങ്ങൾ മുഴുവൻ, കുരുക്ഷേത്ര, ഈ സ്ഥലങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഫത്തേപൂർ സിക്രിയിൽ ഇരുമ്പയിരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആരെ കയ്യിൽ ഇരുമ്പായുധങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ടോ അയാൾ കൂടുതൽ ശക്തവാനായിട്ടുള്ള രാജാവാകും. അവർക്ക് എംപയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും. അതെ അതെ, അത് ഹസ്തിനാപുരത്താണ്. ഉണ്ടായിരുന്നു എന്നല്ലേ? അതെ അതെ. അത് കണ്ടുപിടിക്കുന്ന ഏതാണ്ട് പിന്നെ ഹസ്തിനാപുരം ഞങ്ങളെ പിന്നെ കണക്ക് പ്രകാരം 1200-1300 BC വരുന്നത്. ഈ പിന്നെ മഹാഭാരത കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ പാത്രങ്ങളുണ്ട്, PGW എന്ന് പറയും, പെയിൻറ്റഡ് ഗ്രേവെയർ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ പാത്രങ്ങൾ ഇതിന്ന് കിട്ടുന്നുണ്ട്.
എല്ലാ സ്ഥലത്തും മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും കിട്ടും. പിന്നെ ഒന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഈ വായുപുരാണത്തിലൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പറയുന്നുണ്ട്, ഗംഗേയ അപഹൃതയെ നഗരം നാഗസ്വാഹയെ ത്യുക്താർ നിജക്ഷുർ നഗരം കൗശാംബേയം സന്യ. വെള്ളപ്പൊക്കത്തിൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ പാടുകൾ എക്സ്കവേഷനിൽ കിട്ടി. അത് 8th ജനറേഷൻ പരീക്ഷത്തിൽ നിന്ന് 8ാമത്തെ ജനറേഷൻ, അത് നിജക്ഷു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം രാജഭാരം നടത്തുന്ന അവസരത്തിലാണ്. പിന്നെ ഇവിടുന്ന് ഇവർ മാറിയിട്ട് പിന്നെ കൗശാംബിയിലേക്ക് പോയി. കൗശാംബി നമ്മൾ ഇന്നത്തെ അലഹബാദ്. അപ്പോൾ അവിടെ പോയ അവസരത്ത് എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻസ് അവിടുന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് മഹാഭാരത 1200 1300, അദ്ദേഹം പറയുന്നത് 900 വർഷമാണ്. പക്ഷേ കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1200 1300 വർഷം പഴക്കമുണ്ട്. മിത്തോളജിക്കൽ സ്റ്റോറീസ് അതേപടി നമ്മൾ ആർക്കിയോളജിസ്റ്റുകൾ ഫോളോ ഇല്ല. ചെയ്യുന്നതിൽ കോൺടെക്സ്റ്റ് നേരത്തെ അതെ, അദ്ദേഹം ചോദിച്ചതുപോലെ പല സ്റ്റോറീസും പലയിടത്തായിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ്. ഭീമൻ കേരളത്തിൽ വന്നു എന്ന് അല്ല, അത് ആരുമില്ല. കഥയുണ്ട്. ഭീമൻ മറിച്ചിട്ട് കല്ലുണ്ട്, മറ്റേ പഴഞ്ഞിപ്പാറ. അപ്പോൾ ഏത് വലിയ കല്ല് കണ്ടാലും ഭീമൻ്റെ കല്ലേറ്റ് അതെ, ജടായു പാറ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ മിത്തോളജിക്കൽ ഈ ഒരു സ്റ്റോറി ഇവിടെയാണ് നടന്നതെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ്? അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മഹാഭാരതത്തിന് 3 റിസെൻഷൻസ് വന്നിട്ടുണ്ട്. ഒറിജിനൽ മഹാഭാരതം 8800 വേഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 24,000 വേഴ്സസായി. സാർ പറഞ്ഞു വരുന്നതനുസരിച്ച് മഹാഭാരതവും രാമായണവും മൈത്തോളജി അല്ല, ഹിസ്റ്ററിയാണ് എന്ന് തന്നെയാണ്. നമ്മളിതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. അതായത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഇതൊക്കെ മൈത്തോളജിയാന്ന് പറയും. മറ്റവർ 2 lakh yearsൽ കൊണ്ടുപോകും, അത് 2 lakhs 3 lakh years. അപ്പോൾ ഇതൊന്നും ആർക്കിയോളജിസ്റ്റ് ഇതൊന്നും അംഗീകരിക്കില്ല. നമ്മളിതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഇപ്പോൾ 1300 BC ആണ് മഹാഭാരതം, ഏതാണ്ട് 1500 BCയിലായിരിക്കണം രാമായണം എന്നുള്ള നിഗമനത്തിലാണ്. പിന്നെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മഹാഭാരതം ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ്. അതെ അതെ, അല്ല, ദർ വിൽ ബി എ കേണൽ ഓഫ് ട്രുത്ത്. ഫുള്ള് ഇതായിരിക്കില്ല, ദർ വിൽ ബി ഓറിയൻ്റൽ ഹൈപ്പർബോൾസും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മൈത്തോളജിൻ്റെ ഒരു ട്രുത്ത് അതിലുണ്ടാവും. അത് ഇങ്ങനെ ഇന്നത്തെ രൂപത്തിൽ പിന്നെ ഈ നമ്മൾ പറയുന്ന രൂപത്തിലുള്ള എല്ലാ എക്സാജറേഷൻസും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ ആളുകൾ പാണ്ഡവന്മാരും കൗരവന്മാരും ജീവിച്ചിരുന്നു എന്നുള്ള പോസിബിലിറ്റി. ട്രൈബൽ വാർഫെയർ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ദൂരം എന്നൊക്കെയാണെങ്കിൽ 400 200 500 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പം പിന്നെ യുദ്ധം നടക്കുന്നത് പിന്നെ ഇവിടെ നമ്മളെ പിന്നെ കുരുക്ഷേത്രത്തിൽ. ആ കുരുക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണൻ്റെ സ്ഥലം മധുര. മധുര കുറച്ചും കൂടി അപ്പുറത്ത് പോകുന്നിരിക്കും, ഏതാണ്ട് 500 കിലോമീറ്റർ വരെ ഉണ്ടാവും. ഹരിയാന UP. ഹരിയാന UP, അതെ അതെ. പക്ഷെ നമ്മൾ പറയുന്നത് ലോക യുദ്ധത്തിലായിരുന്നു. ഇവിടുന്ന് പിന്നെ പാണ്ഡ്യരാജ്യത്തു നിന്നും അതുപോലെ തന്നെ സത്യപുത്ര രാജ്യത്തു നിന്നും സൈന്യങ്ങൾ അവരെ പിന്നെ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു എന്നൊക്കെ പറയും. പിന്നെ പിന്നീട് വന്ന് കുരുക്ഷേത്ര, അത് പിന്നെ ഈ സ്ഥലങ്ങളുണ്ടല്ലോ, സ്ഥലങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹസ്തിനാപുരാണ് ഇവരെ ക്യാപിറ്റൽ. പിന്നീട് അതിൻ്റെ അടുത്ത് പിന്നെ കാമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ദ്രൗപദി ഉള്ളത്. പിന്നെ അഹിച്ഛത്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് ഇവരുടെ ഒരു വലിയ സെൻറ്ററായിരുന്നു. പിന്നീടുള്ളത് കുരുക്ഷേത്ര, അവിടെയാണ് യുദ്ധം നടക്കുന്നത്. പിന്നീട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല, അതിന് നിങ്ങളൊരു 5 സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരണം എന്നുള്ളൊരു ഡിമാൻഡ് പാണ്ഡവന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഇന്ദ്രപ്രസ്ഥ എന്നാണ് നമ്മൾ പുരാണിക്കില ഡൽഹിയിലെ. പിന്നെ പാനിപ്പത്ത്, തിൽപ്പത്ത്, ബാഗ്പത്ത്, സോണിപ്പത്ത്, ഈ 5 സ്ഥലങ്ങളായിരുന്നു. ഈ 5 സ്ഥലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഡൽഹിയുടെ ഏതാണ്ട് ഒരു 30-35-40 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കുരുക്ഷേത്രം മുതൽ നമ്മൾ പിന്നെ മഥുര വരെ നോക്കുകയാണെങ്കിൽ ഒരു 420-500 കൂട്ടുക. ഈ 500 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത്, അല്ലാതൊരു ലോകമഹായുദ്ധമൊന്നുമല്ല അതുള്ളത്. അങ്ങനെയുള്ള അതാണ് അതിൻ്റെ ഭൂഗോള പിന്നെ പ്രകൃതി പിന്നെ ഇത് ലിമിറ്റേഷൻസ് അന്നുള്ള. സാർ
സാറ് ജോയിൻ ചെയ്ത് 76-ലാണല്ലോ സാർ ASI ഭാഗമാവുന്നത്. അവിടുന്ന് ഇന്നിപ്പോ 2024 ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ. ഇപ്പോ റിലീജിയനോടാണെങ്കിലും ഹിസ്റ്ററിയോടാണെങ്കിലും ആർക്കിയോളജി എല്ലാത്തിനും വളരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവില്ലേ ഒബ്സർവേഷൻ? എങ്ങനെയാണ് ഇന്ത്യ മാറിയത് ഈ ഒരു 50 വർഷങ്ങളിൽ? സാറ് ജോയിൻ ചെയ്തതും റിട്ടയർ ചെയ്തതും ഈ പീരീഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ സ്വതന്ത്ര ചിന്ത ഇപ്പം ഇല്ല. ഇപ്പം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ആൾക്കാർ വല്ലാതെ ചുരുങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എക്സെപ്റ്റ് കുറച്ച് ആൾക്കാർ എന്നുള്ളതല്ലാതെ പൊതുവെ നമ്മൾ വളരെ വല്ലാതെ പിന്നെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചിന്തകളെക്കുറിച്ചുള്ള മതവിശ്വാസങ്ങൾ ഇപ്പം പണ്ട് മതത്തിന് അത്രയധികം സെമിറ്റിക് മതത്തിൽ ആൾക്കാർക്ക് അവർക്ക് മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ ഹിന്ദുയിസത്തിൽ ഇത്രയധികം പിന്നെ ആചാരങ്ങളും ബാക്കിയുള്ളതൊന്നിൻ്റെ പിറകിൽ ആൾക്കാർ പോകില്ലായിരുന്നു. പക്ഷേ ഇപ്പം കൂടുതലായിട്ട് പിന്നെ ആചാരങ്ങൾ എനിക്കുണ്ട് സെമിറ്റിക് റിലിജിയൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുയിസത്തെ വല്ലാതെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആറ്റുകാൽ മറ്റേതൊക്കെ അല്ലേ പൊങ്കാലയൊക്കെ അതൊന്നും പണ്ടൊരിക്കലും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പം അതൊക്കെ വല്ലാതെ പക്ഷെ അത് ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കണമെന്ന് പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കും തോന്നിയത് കൊണ്ടായിരിക്കാം മതി. അതല്ലെങ്കിലും മറ്റൊരു ഇത്രയധികം ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നല്ലോ. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും പല കാര്യങ്ങളും അവർ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നല്ലോ. അതിപ്പം കുറച്ചൊരു മാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുമാത്രം ജാതി വ്യവസ്ഥയെ മറികടക്കാനുള്ള ഒരു ഇതാണോ ഈ മൊത്തത്തിൽ പാൻ ഇന്ത്യൻ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു ദൈവം എന്നുള്ള സാധനം വരുന്നത്? അത് മറികടക്കാൻ വേണ്ടി ആണോ? അല്ല, നമ്മൾ പിറകോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു പിന്നെ ഒരു ധാരണ ഹിന്ദു സമുദായത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പിറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ധാരണ പൊതുവെ ഹിന്ദു സമുദായത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കണം. കാസ്റ്റ് ഒരു ഡിവൈഡിങ് ഫോഴ്സ് ആണ്. കാസ്റ്റ് ഒരു ഡിവൈഡിങ് ഫോഴ്സ്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ അതിനെ എല്ലാവരും ആരാധിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പം വേണമല്ലോ. അതെ 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 അതെ. അങ്ങനെ അത് ബോധപൂർവ്വം രാമൻ എന്നുള്ളത് പല ദൈവങ്ങളിലും ഒന്നായിരുന്നു. രാമൻ മാത്രമായിട്ട് വിഗ്രഹം ഒരു ഐക്കണായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു യൂണിഫൈങ് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത്. പക്ഷെ പൊതുവെ രാമനെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു യൂണിഫൈങ് ഫോഴ്സായിട്ടാണ് തോന്നിയത്. നമ്മളെ ലോക്കൽ കാവുകളും നമുക്ക് ഏറ്റവും ഭഗവതിയായിരുന്നു. അമ്മേ ഭഗവതി രക്ഷിക്കണേ എന്നായിരുന്നു. ആരും കൃഷ്ണനെ വല്ലപ്പോഴും ആൾക്കാരെ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ, ഗുരുവായൂരിൻ്റെ അടുത്താണെങ്കിലും. ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ ഒരു പിടി കാവുകളുണ്ട്. ആ കാവുകളിലായിരുന്നു നമ്മൾ ലോക്കലായിട്ട്. അതല്ലെങ്കിൽ രാമൻ തന്നെയാണ് മര്യാദ പുരുഷോത്തമനാണ് എന്നുള്ളൊരു ധാരണ ആൾക്കാർക്ക് അങ്ങനെയായിരുന്നു. വളരെ ശക്തമായിട്ട് വിമർശിക്കാറുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് അഴീക്കോടിനെ പോലെ അല്ലെങ്കിൽ മാരാരെ പോലെ വിമർശിക്കാവുന്ന ഒരു സാധാരണ കഥാപാത്രമായിരുന്നു. വലിയൊരു ടവറിങ് ഫിഗറായിട്ട് മാറുന്നത് ഇപ്പോഴത്തെ കാലത്താണ്. അങ്ങനെ ഉണ്ടല്ലേ? സൗത്തില് രാമൻ അങ്ങനെ വലിയ പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ മദ്രാസിലൊക്കെ ഉണ്ടല്ലോ കോദണ്ഡരാമൻ. ഭഗവതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈശ്വരി എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൃഷ്ണനാണ്. പോപ്പുലറാണ്. രാമൻ ഒരു നെവർ ഒരു യൂണിഫൈങ് ഫോഴ്സേ ആയിരുന്നില്ല. ശരിയാ. ഈ ഒരുപക്ഷെ താങ്കളെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് രാമൻ ഒരു കോമൺ സിമ്പിൾ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന്. ശരിയാ. അല്ലാതെ സൗത്ത് ഇന്ത്യയിൽ രാമൻ ഒരിക്കലും ഒരു വികാരമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അതാകേണ്ടിയിരുന്ന കുറച്ചുകൂടെ കൃഷ്ണനായിരുന്നു. ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. രാമക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. രാമക്ഷേത്രങ്ങൾ പരശുരാമനുണ്ട്, ശരിയാ, അല്ലെങ്കിൽ മഹാവിഷ്ണു ഉണ്ട്, കൃഷ്ണനുണ്ട്. പക്ഷെ രാമനില്ല. രാമന് കുറവായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ നേരെ മറിച്ച് ഇവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ, ഇപ്പം പിന്നെ വിയറ്റ്നാം, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. അല്ല, മൈത്തോളജി ആയിട്ടാണ്. പക്ഷെ ഒരു ആദർശ പുരുഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്നാണ് പോകാൻ സാധ്യത. നമ്മളെ അവർക്ക് കോദണ്ഡരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലായിട്ട് ഈ ശൈവ വൈഷ്ണവ ഒരു തർക്കം നടക്കുന്നത് അതിലൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ടാണ്. ശൈവനാണോ വൈഷ്ണവനാണോ എന്നറിയാൻ രാമൻ ആ ഒരു പ്ലേയില് ഇല്ലല്ലോ. ഉണ്ട്.
പക്ഷേ ഈ തമിഴ്നാട്ടിൽ ഞാൻ കണ്ടത് പിന്നെ ഇവർ ശൈവന്മാരും വൈഷ്ണവരും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ശിവക്ഷേത്രത്തിൽ വൈഷ്ണവർ പോകില്ല, അത് ഇതെങ്കിലും വരേണ്ടത് ശരിയാ. അതെ 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 അതെ. നയനാർ ഇവിടെ ഉണ്ട്. ആ പൊതുവെ കേരളത്തില് ഈ ദേവീസങ്കല്പമാണ് ദേവീസങ്കല്പമാണ്. ഏറ്റവും പഴക്കമുള്ളത്. അതെ അതെ ഏറ്റവും പഴക്കമുള്ളത്. ദ്രാവിഡ കാര്യങ്ങൾ മൊത്തം സംഘകാലത്തൊക്കെ ഈ കൊറ്റകൈ എന്ന ദേവി ആയിരുന്നല്ലോ പ്രധാനപ്പെട്ട ദുർഗ എന്നിപ്പോ പറയുന്ന അന്നത്തെ ദൈവം. അതെ അതെ അന്നൊന്നും രാമനൊന്നും ഈ സ്ഥലത്തുണ്ടായിരുന്നു. ശരിയാണ് ശരിയാണ് ശരിയാണ്. അല്ല നമ്മള് ശരിക്കും അതാണ് ഭദ്രകാളി, ചാത്തന്, ഗുളികന്, കണ്ണകിയുടെ ഇത് ഇവിടെ ഉണ്ടല്ലോ. ആറ്റുകാലിലും പിന്നെ കൊടുങ്ങല്ലൂരിലും കണ്ണകിയുടെ. അതെ അതെ അതെ. ഇപ്പോ ഈസ്റ്റ് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരു കണക്ട് ഉണ്ടായിരുന്നു. അതെ ഹിന്ദുയിസം പല രൂപത്തിലാണെങ്കിലും പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും, പക്ഷെ എങ്കിലും ഒരു കണക്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതെ ആദ്യം പറഞ്ഞു രാജീവ് ഗാന്ധി ഷാബാനു കേസ്, ആ ഒരു എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞു, മുസ്ലിം ബോഡി. അതിപ്പോ ഷാബാനു കേസിൽ ഇങ്ങനൊരു ആ കോടതി വിധി അട്ടിമറിക്കാൻ ഒരു നിയമം കൊണ്ടുവരാമെന്നും അപ്പോൾ മുസ്ലിംസ് പള്ളി വിട്ടു ഇതിന്റെ ഇത് ഈ റേസ് ചെയ്യില്ല എന്നോ ഒരു ഇഷ്യൂ ആയിട്ട് ഇത് റേസ് ചെയ്യില്ല എന്നുള്ള ഒരു പിന്നെ ഇത് അൺറിട്ടൺ എഗ്രിമെന്റ്. ഹിന്ദുസിന് വിട്ടുകൊടുക്കും എന്നുള്ളതല്ല, അതോ ഇതൊരു ഇഷ്യൂ ആക്കില്ല? അല്ല, അത് പ്രാർത്ഥന ഒന്ന് തുറന്നു കൊടുത്തു, പൂജ ചെയ്യാൻ അനുവദിച്ചു എന്നല്ല. പിന്നെ ഈ കേസുകളിൽ മുസ്ലിങ്ങൾ പിന്നെ അത് പിന്നെ സ്ലോ മൂവിങ് ആയിരിക്കും എന്നുള്ളൊരു ചെറിയ ധാരണയായിരുന്നു ഉണ്ടായിരുന്നു. മുസ്ലിം അതിൽ ഒന്ന് പിന്നെ അലി ഹസൻ അലി നദ്വി, പിന്നീട് സയ്യിദ് ഷഹാബുദ്ദീൻ ഉണ്ടായിരുന്നു. അന്ന് അയാൾ പിന്നെ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു പിന്നീട്. അതെ അതെ. ഞാനും അദ്ദേഹമായിട്ട് ഒരു 2 മണിക്കൂർ പേഴ്സൺ ടു പേഴ്സൺ. അയാൾ പട്നയിൽ വന്നു, ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറിന് ഇതെങ്ങനെയെങ്കിലും വിട്ടുകൊടുത്തിട്ട് പിന്നെ കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കണം. നിങ്ങൾ രണ്ടാമത് എക്സ്കവേഷന് പോകരുത്. എക്സ്കവേഷന് പോയാൽ ഇനിയും ധാരാളം സാധനങ്ങൾ ഉള്ളിൽ നിന്ന് വരാനുണ്ട്, അത് എനിക്കറിയാം. ഈ ചരിത്രകാരന്മാരെ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളിലും നമ്മോട് യോജിക്കും, കാരണം കുറച്ച് പിന്നെ IFS ആണല്ലോ അദ്ദേഹം. പക്ഷെ അവസാനം വരുന്ന അവസരത്തിൽ പിന്നെ അത് അംഗീകരിക്കുകയില്ല എന്നുള്ളൊരു ഇതാണ്. ഒരുപാട് ആർക്കിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് നേരിട്ട് ഇടപഴകിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും അമേസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയായിരിക്കും? എനിക്ക് ഹാംപി വിജയനഗര ക്യാപിറ്റൽ, അതിനൊക്കെ നമുക്കൊരു പിടി വർക്കുകൾ ചെയ്യാനുണ്ട്. ആ തകർന്നു കിടക്കുന്ന ബസാറുകളുണ്ട്, അതൊക്കെ രണ്ടാമത് പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണുന്ന റോമും ബാക്കിയുള്ളതൊന്നും ഒന്നും ആയിരിക്കില്ല. അതിന് മാത്രം ഇതുണ്ട്. അതേപോലെ ഹലബീഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മൾ ഹസൻ എന്ന് പോയിട്ട് മൈസൂരിൻ്റെ അടുത്തുള്ള, എന്ത് സുന്ദരമാണെന്നറിയാത്ത, എങ്ങനെ മനുഷ്യന് ഇത്രയധികം പിന്നെ സുന്ദരമായിട്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തോന്നും. അതേപോലെ കുറേ ജെയിൻ ടെമ്പിൾസ് ഉണ്ട് നമ്മുടെ പിന്നെ ഇവിടെയുള്ള രാജസ്ഥാനിലുള്ള വിമല സാഹി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രങ്ങളൊക്കെ കണ്ടാൽ അത്ഭുതപ്പെടും. നമ്മൾ താജ്മഹലിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ, പക്ഷേ ഇതിൻ്റെയൊക്കെ സൗന്ദര്യം എന്ന് പറയുകയാണെങ്കിൽ അപാരമായിട്ടുള്ള സൗന്ദര്യമുള്ള. പക്ഷെ ഇതൊന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഇന്ത്യക്കാർക്ക് സംഭവിക്കുന്ന ഒരു പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് പിന്നെ ഇത് ചെയ്യാൻ കഴിയും, മാർക്കറ്റ് ചെയ്യാൻ കഴിയും, അതിൽ നിന്നെങ്ങനെ പണം സമ്പാദിക്കാൻ കഴിയും എന്നുള്ള പിന്നെ ആലോചനകൾ നമ്മളെ മിനിസ്റ്റേഴ്സിനുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഈ ബുദ്ധഭഗവാൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥി 8 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് അവിടെ സ്തൂപം ഉണ്ടാക്കിയിരുന്നു. ആ സ്തൂപത്തിൻ്റെ അടിയിലാണ് അത് വെച്ചിട്ടുള്ളത്. ഒരു ബുദ്ധിസ്റ്റ് ജപ്പാനിൽ നിന്നോ അതല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നോ വരുന്ന ഒരു ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതേപോലുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഇത് വെക്കുന്നത്, ഈ അസ്ഥി കലശം വെക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒന്ന് പിന്നെ നമ്മൾ കപിലവസ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ച സ്ഥലം, അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു റിപ്ലിക്ക് ഉണ്ടാക്കി. ഇവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഇത് സുഖിതി ബദിനാം സപകിനി ഗാനം സപുത്തദലാനം ബുദ്ധാസ്യ. ഇത് 4th century BC-യിലുള്ള ഇതാണ്. ഇതേപോലുള്ള ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതേപോലുള്ള പാത്രം ഉണ്ടാക്കിയതിന് ശേഷം 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള അല്പം പിന്നെ മണ്ണെടുത്തു. ഒന്ന് ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി, പിന്നെ അതിൻ്റെ ശേഷം പിന്നീട് പിന്നെ ബോധോദയം കിട്ടിയ പിന്നെ ബോധ്ഗയ, പിന്നെ ഇവിടെ നമ്മളെ സാരനാഥ്, കുഷിനഗറിൽ അവിടെ വെച്ചാണ് മരിക്കുന്നത്. ആ 4 ഗ്രെയിൻസ് ഇതിൽ വെച്ചു. അപ്പോൾ നമ്മൾ എൻ്റെ കോസ്റ്റ് ഇതിന് 500 rupees-ആണ്. പക്ഷേ 10,000 രൂപയ്ക്ക് ജപ്പാനിൽ നിന്ന് വരുന്ന ഏത് സാധാരണ ബുദ്ധിസ്റ്റും വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് ഒന്ന് പണം സമ്പാദിക്കണം, പിന്നെ അത് വി ഷുഡ് ഫ്ലോ ബാക്ക് ടു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അത് മോണ്യുമെൻറ്റ്സ് നന്നാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഹംപിയിലൊക്കെ പോയാൽ ഇത് കണ്ടാൽ സ്ഥിതി കണ്ടാൽ കഷ്ടം തോന്നും. ഒരു വലിയ പിന്നെ ഹിന്ദു ഗ്ലോറിയസ് സിവിലൈസേഷനെ കുറിച്ച് പറയുമെന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ശരിയാണ്. അതല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 കോടി കൊടുത്താൽ പിന്നെ ഒരു ബസാർ കംപ്ലീറ്റ് പിന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ 2 ബസാറുണ്ട് അവിടെ. അതൊക്കെ നോക്കിയാൽ നമ്മൾ റോമിനേക്കാണെയും ഗ്രീക്കിനേക്കാണെയും വലുതായിട്ട് തോന്നും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ചിന്താഗതികളൊന്നുമില്ല ഇവർക്ക്. ഇതേപോലെ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചൈനയുടെ ഇന്നത്തെ ഗ്രോത്തിൻ്റെ പുറകിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള വൈജ്ഞാനിക ശേഖരത്തിൻ്റെ ബലത്തിലാണ് ചൈന ഇന്ന് വളർന്നിരിക്കുന്നത്. ഹുയാൻസാങ് ഇവിടെ നിന്ന് കൊണ്ടുപോയ 751 പുസ്തകങ്ങളാണ് അദ്ദേഹം ഇവിടുന്ന് 20 കുതിരകളുടെ പുറത്ത് കൊണ്ടുപോയത്. 400 മാനുസ്ക്രിപ്റ്റ്സ് ആണ് പിന്നെ ഈ ജിങ്, നമ്മൾ ഇറ്റ്സിങ് എന്ന് പറയും, ഈ ജിങ് എന്ന് പറയുന്ന ആൾ കൊണ്ടുപോയത്. പക്ഷെ അത് ഇതിൻ്റെ ബലത്തിലാണ് എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരുപയോഗിച്ചു, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എന്ത് കൈൻഡ് ഓഫ് ബുക്സ് എന്താ കൊണ്ടുപോയതെന്ന് അത് പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ഒന്ന് ഈ ശാസ്ത്രരംഗത്ത് ചൈനക്കാർ വളരെ മുമ്പേ അവരാണ് ആദ്യമായിട്ട് പേപ്പർ ഉണ്ടാക്കുന്നത്, പ്രിൻറ്റിങ് പ്രസ് ഉണ്ടാക്കുന്നത്. പ്രിൻറ്റിങ് പ്രസ് വന്നതോടുകൂടി പിന്നീട് എക്സ്പ്ലോഷൻ ഓഫ് നോളേജ് വന്നല്ലോ. അത് പിന്നെ ഈ ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും, പിന്നെ ഒന്ന് ടെക്നോളജിയുടെ പുസ്തകമുണ്ട്, ബുദ്ധിസത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ഈ 2 പുസ്തകങ്ങളിലും ആയിരിക്കണം അദ്ദേഹം പ്രധാനമായിട്ട് കൊണ്ടുപോയത്. നളന്ദയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നളന്ദ സ്റ്റുഡൻറ്റ്, നളന്ദയിലെ ഇതിൻ്റെയൊക്കെ ഒരു ആസ്ഥാനമായിരുന്നു. അതെ നളന്ദയിലെ സ്റ്റുഡൻറ്റും ആയിരുന്നു, ടീച്ചറും ആയിരുന്നു. അതെ 200 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നളന്ദയിൽ അദ്ദേഹം വന്നാൽ. ഒരു 3 ലൈബ്രറി ഉണ്ടായിരുന്നു, രത്നഗഞ്ച, രത്നോദതി, രത്നസാഗര എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ മാനുസ്ക്രിപ്റ്റ്സ് ആയിരുന്നു. ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, പിന്നെ നളന്ദ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട്. അത് നോക്കിയാൽ ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മകളാണ് ഉണ്ടാക്കിയത്.